Hello, all my beautiful souls. Welcome back to my channel. Hope you guys are doing awesome today. എന്തിനാണ് ഈ വ്യക്തിയെ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടുമുട്ടിയത്? നിങ്ങളുടെ ലൈഫിൽ ഒരു സ്പെസിഫിക് പേഴ്സൺ എന്തിനാണ് ആ വ്യക്തിയെ മീറ്റ് ചെയ്തത്? ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് അറിയേണ്ടത്? ഈ വ്യക്തിയെ കുറിച്ച് എന്തൊക്കെയാണ് അറിയേണ്ടത്? ഈ റിലേഷൻഷിപ്പ് നിങ്ങൾ എങ്ങനെയാണ് കാണേണ്ടത്? എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത്? ഈ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത് എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നത്. കാരണം പല ആളുകളും ലൈഫിൽ സ്റ്റക്ക് ആവുന്ന മെയിൻ റീസൺ എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് ആണ്. സ്പെഷ്യലി കണക്ഷൻ, ആളുകള്, സ്പെസിഫിക് ആയിട്ടുള്ള പേഴ്സൺ അല്ലെ, റിലേഷൻഷിപ്പിലൊക്കെയാണ് പല ആളുകളും സ്ട്രഗിൾ ചെയ്യുന്നത്. റൈറ്റ്? സോ നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പ് കാരണം, എസ്പെഷ്യലി നിങ്ങൾ എവിടെയാണോ ഇമോഷണലി കണക്ട് ആയിട്ടുള്ളത്, ആരിലാണോ ഇമോഷണലി കണക്ട് ആയിട്ടുള്ളത്, സോ അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് മൂവ് ഓൺ ചെയ്യാനായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾ കണക്ട് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം, ഓർ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള വളരെ ഇന്റൻസ് ആയിട്ടുള്ള ചില ഫീലിംഗ്സ് ആയിരിക്കാം. സോ അങ്ങനെ തോന്നിയിട്ടുള്ള ഒരു സ്പെസിഫിക് പേഴ്സണെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. ആൻഡ് ലെറ്റ് സി എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് നിങ്ങൾ അറിയേണ്ടത് നിങ്ങൾക്കുള്ള മെസ്സേജ്. So let's see, why did you meet this person? എന്തിനാണ് ഈ വ്യക്തിയെ നിങ്ങളുടെ ലൈഫിൽ കണ്ടുമുട്ടിയിട്ടുള്ളത്? സോ ഇവിടെ ആസ് യൂഷ്വൽ നിങ്ങൾക്ക് 3 ഗ്രൂപ്പ്സ് കാണാൻ സാധിക്കും. ഗ്രൂപ്പ് നമ്പർ 1, ഗ്രൂപ്പ് നമ്പർ 2 ആൻഡ് ഗ്രൂപ്പ് നമ്പർ 3. റൈറ്റ്? സോ നിങ്ങളുടെ സ്പെസിഫിക് പേഴ്സണെ മനസ്സിൽ വിചാരിച്ചു ഏത് ഗ്രൂപ്പിനോടാണോ ഓർ ഏത് പിക്ചറിനോടാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നത് അത് സെലക്ട് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് ദ റൈറ്റ് മെസ്സേജ്. Alright, let's start with group number 1. Hey, group number 1. എന്തിനാണ് ഈ വ്യക്തിയെ നിങ്ങളുടെ ലൈഫിൽ കണ്ടുമുട്ടിയത്? എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഇന്റൻഷൻ എന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സോ ഗ്രൂപ്പ് നമ്പർ 1 സെലക്ട് ചെയ്തിട്ടുള്ള ആളുകൾ, ഈ വ്യക്തി നിങ്ങളുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിയാണ് അല്ലെ. പല ഇമോഷൻസും നിങ്ങൾ പരസ്പരം ഷെയർ ചെയ്തിട്ടുള്ള, കണക്ട് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. മ്യൂച്വലി നിങ്ങൾ കണക്ട് ചെയ്തിട്ടുള്ള റിലേഷൻഷിപ്പ് ആണിത് അല്ലെ. സോ പല ഇമോഷൻസും പല തരത്തിലുള്ള വികാരങ്ങളും കണക്ട് ചെയ്തിട്ടുള്ള, അതായത് ഒരു വ്യക്തിയുടെ അടുത്ത് നമുക്ക് പല ഫീലിങ്സും ഉണ്ടാവുക എന്ന് പറയുന്നത് പോലെ, ഒരു ഇഷ്ടമായിരിക്കാം, ഒരു മദർലി അല്ലെങ്കിൽ ഒരു ഫാദർലി അഫെക്ഷൻ ആയിരിക്കാം, പ്രൊട്ടക്ഷൻ ആയിരിക്കാം, സേഫ് ആയിട്ട് തോന്നുന്നതായിരിക്കാം, ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് നിങ്ങൾ എടുക്കുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കാം, സൗഹൃദം കണക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കാം, അസാധ്യമായിട്ടുള്ള ഒരു ഇന്റിമസി കണക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കാം അല്ലെ. സോ ഈ വ്യക്തി നിങ്ങളെടുത്ത് അത്ര സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ അത്ര ഡീപ്പായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, എസ്പെഷ്യലി നിങ്ങളുടെ സോൾ അത്രമാത്രം കണക്റ്റഡ് ആയിട്ടുള്ള, അത്ര ക്ലോസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് നിങ്ങൾ. പല ഇമോഷൻസും ഈ വ്യക്തിയുടെ കൂടെ നിങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കാം അല്ലെ. മാറ്റി നിർത്താൻ പറ്റാത്ത ചില ഫീലിങ്സ് ഈ വ്യക്തിയുടെ അടുത്ത് ഉണ്ടാവുന്നുണ്ടായിരിക്കണം. ഈവൻ നിങ്ങളുടെ ലൈഫിൽ പല പല കാര്യങ്ങൾ വന്നു പോകുന്നുണ്ടെങ്കിലും, ഈ വ്യക്തിക്ക് മുൻപും ശേഷം നിങ്ങളുടെ ലൈഫിൽ വേറെ ആളുകൾ നിങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും, ഇത് നിങ്ങളുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആണ് അല്ലെ. നമ്മൾ ബ്ലഡ് റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയുന്നത് പോലെ അവിടെ ക്ലാഷസ് ഉണ്ടാവും, പ്രശ്നങ്ങൾ ഉണ്ടാവും, പരസ്പരം ഹേർട്ട് ചെയ്യും, പരസ്പരം വളരെ ഡീപ്പ് ആയിട്ടുള്ള സ്നേഹവും ഉണ്ടായിരിക്കാം അല്ലെ. പക്ഷെ ആ ഒരു കണക്ഷൻ എപ്പോഴും വളരെ സ്ട്രോങ് ആയിട്ടുണ്ടായിരിക്കും. സോ അതുപോലത്തെ 2 വ്യക്തികളാണ് നിങ്ങൾ. ഓക്കെ, സോ അവിടെ നിങ്ങൾ പല തരത്തിലുള്ള ഇമോഷൻസ് കണക്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇന്റിമസി കണക്ട് ചെയ്തിട്ടുള്ള, എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആളുകളാണ്. റൈറ്റ്? സോ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് അത്ര ഈസി ആയിട്ട് വിട്ടുകളയാൻ പറ്റാത്ത ഒരു ബോണ്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കാം അല്ലെ. അത് നിങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കിയെടുക്കുന്നതും അല്ല, അത് നിങ്ങളുടെ സോൾ വളരെ ഡീപ്പായിട്ട് കണക്ട് ചെയ്യുന്ന ചില ഫീലിങ്സ് ആണ്. റൈറ്റ്? സോ നിങ്ങളുടെ ഒരു സ്പിരിച്വൽ കണക്ഷൻ ആയിട്ട് നിങ്ങൾ എടുക്കേണ്ടതായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണിത്. ഓക്കെ, സോ നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പല ഇമോഷൻസും അവേക്കൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ കൂടിയാണ് ഇത്. ഓക്കെ, സോ അതുകൊണ്ടൊക്കെയാണ് ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് വളരെ അടുത്തൊരു ബന്ധം നിങ്ങൾക്ക് തോന്നുന്നത്. സോ നിങ്ങളുടെ ലൈഫിൽ വളരെ സോളിറ്റ്യൂഡ് ആയിട്ടുള്ള ഒരു മൊമെന്റിൽ നിങ്ങൾ കണക്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാം, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ലൈഫിൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കാം എൻറ്റർ ചെയ്തിട്ടുണ്ടായിരിക്കാം. റൈറ്റ്? അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിന്റെ ഒരു മേജർ സ്ട്രഗിളിലായിരിക്കാം നിങ്ങൾ ഈ ഒരു വ്യക്തിയെ കണ്ടുമുട്ടിയിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ പരസ്പരം സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഒരു കംഫർട്ട് സോൺ ആണ് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ഒരു സേഫർ പ്ലേസ് ആണ് ഈ ഒരു റിലേഷൻഷിപ്പ്. റൈറ്റ്? സോ അത് നിങ്ങൾ കണക്ട് ചെയ്യുന്ന സമയത്ത്, എപ്പോഴൊക്കെ നിങ്ങൾ മീറ്റ് ചെയ്യുന്നോ അല്ലെങ്കിൽ എപ്പോഴൊക്കെ നിങ്ങൾ വളരെ ഇമോഷണലി കണക്ട് ചെയ്യുന്നോ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്നോ, ആ ഒരു സമയത്താണ് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഇന്റൻസ് മനസ്സിലാക്കുക. ലൈക്ക് നമ്മളുടെ ബ്ലഡ് റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയുന്നത് പോലെ അല്ലെ. പല പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അവർക്ക് എന്തെങ്കിലും പറ്റുകയാണ് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും വിഷമമുണ്ട് എന്ന് പറയുന്ന സമയത്ത് നമുക്കത് ഇഗ്നോർ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. സോ അങ്ങനത്തെ ഒരു ബോണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള
ആളുകളാണ്. സോ നിങ്ങൾ ഒരുമിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള വേൾഡ് ക്രിയേറ്റ് ചെയ്യുന്ന ആളുകളാണ്. നിങ്ങളുടേതായിട്ടുള്ള ചില ഇമോഷൻസ്, വളരെ ഇന്റൻസ് ആയിട്ടുള്ള എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഇമോഷൻസും കാര്യങ്ങളും എക്സ്പ്രസ് ചെയ്യുന്നതും എക്സ്പീരിയൻസ് ചെയ്യുന്നതും പരസ്പരം ഷെയർ ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പ് കൂടിയാണിത്, അല്ലെ? സോ വളരെ ഇന്റൻസ് ആയിട്ടുള്ള പല പല മൊമെന്റ്സും ഈ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. Embrace through each other you find the missing pieces, right? So നിങ്ങളുടെ ലൈഫിൽ ഒരു മേജർ റോൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണിത്. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ മിസ്സിംഗ് ആയിട്ടുള്ള പല കാര്യങ്ങളും എവിടെയൊക്കെ ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നോ അതൊക്കെ ഫുൾഫിൽ ചെയ്യാനും അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ കംപ്ലീഷനിൽ കൊണ്ടുവരാനും ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. ഈ ഒരു വ്യക്തിയുടെ കൂടെ ആയിരിക്കാം നിങ്ങൾ പല കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കാം, അല്ലെ? അത് ഇന്റിമസി ആയിരിക്കാം, സ്നേഹമായിരിക്കാം, ഓർ പ്രസൻസ് ആയിരിക്കാം, ഓർ നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ, റൈറ്റ്? ഓർ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയാണോ അത്ര ഈ വ്യക്തിയെ മീറ്റ് ചെയ്യുന്നത് വരെ എന്തൊക്കെയാണോ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഐഡന്റിഫൈ ചെയ്യുന്നത് വരെ എന്തൊക്കെയാണോ നിങ്ങളുടെ ലൈഫിൽ മിസ്സായി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാതെ പോയിട്ടുള്ളത്, അതൊക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ തന്നിട്ടുള്ള ഒരു ഓഫറാണ് ഈ ഒരു വ്യക്തി. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയിൽ കൂടിയാണ് പല കാര്യങ്ങളും നിങ്ങൾ പരസ്പരം കണക്ട് ചെയ്യുന്നത്. ആ വ്യക്തിയുടെ ലൈഫിൽ നിങ്ങളും അങ്ങനത്തെ ഒരു റോളാണ് ചെയ്യുന്നത്, റൈറ്റ്? സോ നിങ്ങൾ അങ്ങനെ കാണേണ്ട ഒരു റിലേഷൻഷിപ്പ് ആണത്. ഓക്കെ, നിങ്ങളുടെ അങ്ങനത്തെ ഒരു സ്പിരിച്വൽ യൂണിയൻ അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ കണക്ഷൻ ആണ്. സോ പ്രോബബ്ലി നിങ്ങൾക്ക് ഒരുപാട് സോൾ ഫുൾ ആയിട്ടുള്ള മൊമെന്റ്സ് ഈ ഒരു വ്യക്തിയായിട്ട് ഉണ്ടാവുന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരുപാട് സോൾ കണക്ഷൻ, ട്വിൻ ഫ്ലെയിം കണക്ഷൻ ഒക്കെ ആയിട്ട് നിങ്ങൾ എടുക്കുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെ? സോ നല്ല എക്സ്പീരിയൻസും ഉണ്ടാവുന്നുണ്ട്. സോ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ പോലും അതും നിങ്ങൾ ഒരുപാട് എക്സ്പാൻഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളുമാണ്. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫിൽ മിസ് ചെയ്യുന്ന കാര്യങ്ങൾ ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന നല്ല എക്സ്പീരിയൻസും സ്ട്രഗിൾ ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ആ വ്യക്തിയുടെ ലൈഫിൽ മിസ്സിംഗ് ആയിട്ടുള്ള വേറെയും കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ ഈ ഒരു റിലേഷൻഷിപ്പ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബട്ട് നിങ്ങൾ ഒരുമിച്ച് വരുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് മാജിക് ക്രിയേറ്റ് ചെയ്യുന്ന ആളുകളാണ്, റൈറ്റ്? സോ നിങ്ങളുടെ കർമ്മയിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ പരസ്പരം എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും വളരെ ഡീപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാനും വളരെ മാജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാനൊക്കെ സാധിക്കുന്ന രണ്ട് വ്യക്തികളാണ്, റൈറ്റ്? സോ ലെറ്റ് സി എന്തിനാണ് ഈ ഒരു വ്യക്തിയെ നിങ്ങൾ മീറ്റ് ചെയ്തത്, എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഇന്റൻഷൻ, വാട്ട് യു നീഡ് ടു നോ അബൌട്ട് ദിസ് റിലേഷൻഷിപ്പ്, ദിസ് കണക്ഷൻ. എന്തിനാണ് ഈ വ്യക്തിയെ നിങ്ങൾ മീറ്റ് ചെയ്തത്? വാട്ട് ദ ഇന്റൻഷൻ ഓഫ് ദിസ് കണക്ഷൻ? ഗ്രൂപ്പ് നമ്പർ 1. What is the intention of this relationship? എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് നിങ്ങൾ അറിയേണ്ടത്, നിങ്ങൾക്കുള്ള മെസ്സേജ് എന്താണ്? Let's see. Tip number 1. എന്തിനാണ് ഈ വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുള്ളത്? ഓക്കെ, ഈ റിലേഷൻഷിപ്പ് നിങ്ങളെ രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളം ഒരു കൈൻഡ് ഓഫ് പ്രൊട്ടക്ഷൻ ആണ്. ഓക്കെ, സേഫ് ആയിട്ടുള്ള പ്ലേസ് ആണിത്. എന്തൊക്കെ വരുന്ന സമയത്തും ഇവിടെ വരുന്ന സമയത്ത് ഒരു ഹോം ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഒരു വീടാണ് ഈ ഒരു റിലേഷൻഷിപ്പ്, ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത്, റൈറ്റ്? സോ ആ വീട്ടില് ഇറ്റ്സ് ലൈക്ക് സെയിം ഒരു വീട് പോലെ തന്നെയാണ്. വീട്ടില് എപ്പോഴും സന്തോഷം മാത്രമായി കൊള്ളണമെന്നില്ല, പല പ്രശ്നങ്ങളും ഉണ്ടാവും, അല്ലെ? അച്ഛനമ്മമാര് തമ്മിൽ പ്രശ്നം ഉണ്ടാവും, കുട്ടികൾ തമ്മിൽ പ്രശ്നം ഉണ്ടാവും, കുട്ടികളും പാരന്റ്സ് ആയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവും, പക്ഷെ അവിടെ സന്തോഷവും ഉണ്ടാവും, സേഫുമാണ്, അല്ലെ? സോ അങ്ങനെ ഒരു വീട്ടിലെ പല കാര്യങ്ങളും നിങ്ങൾ രണ്ടുപേരും ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ കണക്ട് ചെയ്യാണ്. അങ്ങനെയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ എടുക്കേണ്ടത്. ഒരുപാട് ഇമോഷണലി നിങ്ങൾ പോകുന്ന ഒരു റിലേഷൻഷിപ്പാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഡെപ്ത് നിങ്ങൾ റിലേഷൻഷിപ്പിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളുകളാണ്. അത്ര ഒരു ഡീപ്പ് ഇമോഷൻസ് ഉള്ള ആളുകളാണ്. ഓക്കെ, ഈവൻ നിങ്ങൾക്ക് തന്നെ അറിയില്ല എത്രമാത്രം ഡെപ്ത് ഉണ്ട് ഈ ഒരു നിങ്ങൾ പരസ്പരം ഷെയർ ചെയ്യുന്ന ഇമോഷൻസിന്. നിങ്ങൾ പോകെ ആയിരിക്കാം നിങ്ങൾ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്ത് വരുന്നുണ്ടായിരിക്കുക. സോ നിങ്ങൾ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്ന സമയത്ത് ഡെഫിനറ്റ്ലി അവിടെ വളരെ ഇന്റൻസ് ആയിട്ടുള്ള സന്തോഷമായിട്ടുള്ള മൊമെന്റ്സ് ആയിരിക്കാം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. സോ മുന്നോട്ട് വരുന്ന സമയത്ത് ഒരു റിലേഷൻഷിപ്പിൽ അപ്പ് ആൻഡ് ഡൗൺസും ഇമോഷണൽ സിറ്റുവേഷനും ഒക്കെ ഉണ്ടായിരിക്കാം. അങ്ങനെയാണ് നിങ്ങൾ ഗ്രോ ചെയ്യുന്നത്. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങൾ ഒരുമിച്ചിട്ടാണ് നിങ്ങളുടെ ലൈഫിൽ ഒരു മിസ്സിംഗ് പീസ് നിങ്ങൾ കണക്ട് ചെയ്യുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് മാത്രം എന്നുള്ളതല്ല, ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിന്റെ ഒരു പോയിന്റിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ ചെയ്യുന്നതാണ്. നിങ്ങളുടെ ലൈഫിൽ ചില മിസ്സിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ വേണ്ടി, ചില കാര്യങ്ങളൊക്കെ ഒരു കംപ്ലീഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി. ഓൾറൈറ്റ്, നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സോൾ കണക്ഷൻ നിങ്ങൾ റിലേഷൻഷിപ്പിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കണം. ഈ ഒരു റിലേഷൻഷിപ്പിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മദർലി എനർജി ഉണ്ട്. ഓക്കെ, സോ അതൊരു റീസൺ ആണ് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരാൻ വേണ്ടി. ഓക്കെ, സോ ആരെങ്കിലും ഒരാള് അങ്ങനത്തെ ഒരു ഫെമിനിൻ ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കണം, ഫെമിനിൻ നേച്ചർ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെ? സോ അതും ഒരു റീസൺ ആണ് ഒരാൾക്ക് ഒരാളിൽ കൂടുതൽ കണക്ട് ആയിട്ട് നിൽക്കാൻ വേണ്ടി. ഓക്കെ, ഒരു അമ്മയുടെ ഒരു ഫീലിങ്സ്,
അല്ലെങ്കിൽ ഒരു ലൈക്ക് മദർലി എനർജി എവിടേക്കോ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നുണ്ട്. അത് നിങ്ങൾ മെയിൽ ആണെന്നുണ്ടെങ്കിലും ഫീമെയിൽ ആണെന്നുണ്ടെങ്കിലും അങ്ങനത്തെ ഒരു കെയർ, അങ്ങനത്തെ ഒരു അറ്റൻഷൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരാൾക്ക് മറ്റൊരാളോട് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് അതാണ് കൂടുതൽ അട്രാക്റ്റും ചെയ്യുന്നത്. ഓക്കെ, അസാധ്യമായിട്ടുള്ള ഒരു ഫെമിനൻ നേച്ചറാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ കൂടുതൽ അട്രാക്റ്റഡ് ആവുന്ന ഒരു ഫാക്ട് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അവരോടോ അവർക്ക് നിങ്ങളോടോ. ഓക്കെ, അല്ലെങ്കിൽ ഒരാൾക്ക് തോന്നുന്ന ഫീലിങ്സ് അങ്ങനെയാണ്. ഓക്കെ, ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നതിന്റെ ഒരു റീസണും അതാണ്. ആ ഒരു ട്രസ്റ്റ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ട്, ആ ഒരു സ്നേഹം ഉണ്ടാവുന്നുണ്ട്, അൺകണ്ടീഷണൽ, ഒരു അമ്മയുടെ സ്നേഹം പോലെ. ഫെമിനിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അൺകണ്ടീഷണൽ ലവ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സോഴ്സ് ആണ്, റൈറ്റ്? സോ ആ ഒരു സ്നേഹമാണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ ഇങ്ങനെ പിടിച്ചു നിർത്താനും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കാനും ഒരു റീസൺ ആവുന്നത്. ഓൾറൈറ്റ്, സോ നിങ്ങൾ റിലേറ്റ് ചെയ്യാം നിങ്ങളുടെ ലൈഫിൽ അത് നിങ്ങൾ എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, സോ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ അത്ര കാലത്ത് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുന്നത് വരെ നിങ്ങളുടെ ലൈഫിൽ അത്ര കാലം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് പല കാര്യങ്ങളും കംപ്ലീറ്റ്ലി അഴിച്ചു പണിയുന്ന ഒരു റിലേഷൻഷിപ്പ് കൂടിയാണ്. സോ അത് ഒരാളുടെ സ്വഭാവത്തിലുള്ളതായിരിക്കാം, ഒരാളുടെ പാസ്റ്റ് സിറ്റുവേഷൻ ആയിരിക്കാം, അത്ര കാലം വിശ്വസിച്ച് വന്നിട്ടുള്ള പല കാര്യങ്ങളും, എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും, അതൊക്കെ കംപ്ലീറ്റ്ലി അഴിച്ചു പണിയുന്ന മാറ്റങ്ങളാണ് ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കുക. ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഉദ്ദേശവും അതാണ്. ഓക്കെ, നിങ്ങളുടെ സ്ഥാനത്തില് മേജർ ആയിട്ടുള്ള ഷിഫ്റ്റ് കൊണ്ടുവരാ എന്നുള്ളത്. അത് ഒന്നുകിൽ നിങ്ങളുടെ ഈഗോ കൂടുതൽ കണക്ട് ചെയ്യുന്നതായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ്. ഓക്കെ, സോ അതായത് മാറ്റത്തിന് വേണ്ടി ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ഈഗോ ഒരുപാട് ട്രിഗർ ചെയ്യുന്നുണ്ടായിരിക്കാം, റൈറ്റ്? ഓർ ഈ റിലേഷൻഷിപ്പ് ഏതൊക്കെയോ രീതിയിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു മാസീവ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫർമേഷൻ കൊണ്ടുവരുന്നുണ്ട്, നിങ്ങളുടെ പൊസിഷനിൽ മേജർ ആയിട്ടുള്ള ചേഞ്ച് കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ അതിനെ സഹായിക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ്, റൈറ്റ്? ചിലത് നിങ്ങൾക്ക് അത്ര സന്തോഷമായിട്ട് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കാം, പക്ഷെ ചില മാറ്റങ്ങൾ ആക്ച്വലി നിങ്ങൾ ഒരുപാട് ട്രിഗർ ചെയ്യുന്നുണ്ടായിരിക്കണം ഈ ഒരു മാറ്റത്തിലേക്ക് വരാൻ വേണ്ടി, ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കണം. സോ ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് അത്ര ഈസി ആയിക്കൊള്ളണമെന്നില്ല, പക്ഷെ നിങ്ങൾ അങ്ങനത്തെ ഒരു പൊസിഷനിലേക്ക് വരുന്ന സമയത്ത്, അങ്ങനത്തെ ഒരു മാറ്റത്തിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന സമയത്താണ് നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു റിലേഷൻഷിപ്പ് എത്രമാത്രം അതിനു വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഈ ഒരു വ്യക്തി അതിന് എത്രമാത്രം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്, റൈറ്റ്? സോ നിങ്ങൾ ഒരു ടൈമിൽ ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ഒരു ടൈമിൽ വളരെ ഡീപ്പായിട്ട് കണക്ട് ചെയ്യും ആൻഡ് നിങ്ങൾ സ്പ്ലിറ്റ് ആവും ചില ആളുകൾ. ഓക്കെ, സോ എല്ലാവരുടെ സിറ്റുവേഷൻ ഉള്ളതല്ല, ചില ആളുകൾ വളരെ അൺകണ്ടീഷണൽ ആയിട്ടുള്ള പല സിറ്റുവേഷനിലേക്കും വന്നിട്ട് അവിടുന്ന് രണ്ടുപേരും സ്പ്ലിറ്റ് ആവുന്ന ഒരു കൈൻഡ് ഓഫ് സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. അവിടുന്നാണ് നിങ്ങളുടെ രണ്ടുപേരുടെ ലൈഫിലും ഒരുപാട് മാറ്റങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പല സിറ്റുവേഷനും ഹീൽ ചെയ്യാനും പല പാസ്റ്റ് സിറ്റുവേഷൻസും അഴിച്ചു പണിയാനും നിങ്ങൾക്ക് സാധിക്കുന്നത്. അതായത് ഒരുപാട് ഹീലിംഗ് പ്രോസസ്സും ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ ഹീൽ ചെയ്യാനും ക്ലെൻസ് ചെയ്യാനും നിങ്ങൾ ആരാണെന്ന് കണ്ടെത്താനും നിങ്ങളുടെ പൊസിഷൻ കണ്ടെത്താനും ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ പല കാര്യങ്ങളും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും അതൊക്കെ അൺകണ്ടീഷണൽ ആയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ വളരെ ഡീപ്പ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, വളരെ ഇന്റൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഇത് പ്രോബബ്ലി നിങ്ങളുടെ ഒരുപാട് സോൾ കണക്ഷൻ തോന്നുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കാം. നിങ്ങളുടെ പാസ്റ്റ് നിങ്ങൾക്ക് അറിയാം, ഈ ഒരു സോളിനെ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അറിയാം. ഓക്കെ, സോ നിങ്ങളുടെ സെയിം സോൾ ഫാമിലി എന്നുള്ളൊരു പേഴ്സൺ ആണിത്. ഓക്കെ, അതാണ് നിങ്ങൾക്ക് ഇത്ര ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവുന്നത്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിലും വീണ്ടും ഓക്കെ എന്റെ എന്നൊരു ഫീലിങ്സ് അവിടെ ഉണ്ടാവുന്നത്, റൈറ്റ്? സോ നിങ്ങൾക്ക് അവിടെ മാറ്റങ്ങളൊക്കെ വരുത്തണം എന്ന് തോന്നിയിട്ടുള്ള പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം. ഓക്കെ, എന്റേതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരേ പാറ്റേണിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ മാറ്റങ്ങൾ അവിടെ ഉണ്ടാവില്ല. ഓക്കെ, സോ ഒരു പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത് ആ ഒരു പ്രശ്നം അഡ്രസ് ചെയ്യുന്ന സമയത്താണ് ആരാണോ ആ പ്രശ്നം ഉണ്ടാക്കുന്നത് റിലേഷൻഷിപ്പിൽ, അല്ലെങ്കിൽ ആരാണോ ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്നത്, അത് മറ്റൊരാൾക്ക് അഡ്രസ് ചെയ്യാൻ പറ്റുന്ന സമയത്താണ് അവിടെ രണ്ടുപേർക്കും എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കുക. അതല്ലാതെ ഒരാൾ പ്രശ്നം ഉണ്ടാക്കുന്ന സമയത്ത് ആ ഒരു സ്നേഹത്തിന്റെ പേരിൽ, അൺകണ്ടീഷണൽ ലവിന്റെ പേരിൽ അത് എൻകറേജ് ചെയ്താൽ, സപ്പോർട്ട് ചെയ്താൽ ആ ഒരാൾ വഷളാവുകയുള്ളൂ, ആ ഒരു പ്രശ്നം വഷളാവുകയുള്ളൂ, അല്ലെ? ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. വളരെ കുരുത്തക്കേട് കാണിക്കുന്ന ഒരു കുട്ടീനെ അമ്മമാര് യാതൊരു വഴക്കും പറയാണ്ട് വളർത്തിയിട്ടുണ്ടെങ്കിൽ അത് വലുതാവും തോറും ആ ഒരു കുരുത്തക്കേടും കൂടി വരികയാണ് ചെയ്യുക, അല്ലെ? അത് കൂടുതൽ വഷളാവുകയാണ് ചെയ്യുക. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. സോ ചില കാര്യങ്ങൾ തെറ്റായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാറ്റാനും കൂടെ പറയാൻ സാധിക്കണം ഈ ഒരു റിലേഷൻഷിപ്പിൽ. ഓക്കെ, അല്ലെങ്കിൽ എന്താണോ ചില ശരിതെറ്റുകൾ ഉണ്ടാവും അല്ലെ റിലേഷൻഷിപ്പിൽ, അല്ലെങ്കിൽ നമ്മൾ ബേസിക് ആയിട്ട് ഫോളോ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ, റൈറ്റ്? അല്ലെങ്കിൽ നമ്മുടെ ഒരു ഓത്തന്റിക് നേച്ചറിലേക്ക് നമ്മൾ കണക്ട് ചെയ്തു വരുന്ന സമയത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. സോ അത് റൈറ്റ് പ്ലേസിലല്ല, അല്ലെങ്കിൽ അതിന് ഡിഫറെന്റ് ആയിട്ട് മറ്റൊരു വ്യക്തി ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അത് നിങ്ങൾ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ അത് മാറാനുള്ളൊരു സ്പേസ് നിങ്ങൾ കൊടുക്കണം. എൻകറേജ് ചെയ്യാൻ പാടില്ല.
ഓക്കെ, സോ ഇത് പ്രോബബ്ലി നിങ്ങളെക്കാളും യങ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം, ഓർ നിങ്ങളെക്കാളും ഇമ്മച്യൂർഡ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം. ഓക്കെ, സോൾ വൈസ് നിങ്ങളെക്കാളും യങ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം. സോ നിങ്ങളുടെ അത്ര ഒരു സോൾ മെച്യൂരിറ്റി ഈ വ്യക്തി കാണിക്കണം എന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ അത്ര പ്രായം ഈ വ്യക്തിക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഓക്കെ, സോ നിങ്ങളായിരിക്കാം മൂത്ത ആള്, അല്ലെങ്കിൽ നിങ്ങളെക്കാളും പ്രായം കുറഞ്ഞൊരു സോൾ ആണ് ഇത്. ഓക്കെ, സോ അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ ഇന്റൻസ് ആയിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്നത്, ആ വ്യക്തിക്ക് അത്ര കണക്ട് ചെയ്യാൻ പറ്റാതെ വരുന്നുണ്ടായിരിക്കും. ആ വ്യക്തിക്ക് കുറെ കൂടെ ലൈഫ് സിറ്റുവേഷനിൽ കൂടെ വരേണ്ടി വരാം, പല അനുഭവത്തിലൂടെ വരേണ്ടി വരാം, ഒരു മെച്ചോർഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് വരാൻ വേണ്ടി. ഓക്കെ, ചില ആളുകൾ വളരെ റീസെന്റ് ആയിട്ട് നിങ്ങളൊരു 1 year ഓർ ലെസ് ദാൻ 1 year ടൈമിലൊക്കെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുള്ള ആളുകളായിരിക്കാം, ഓർ കുറച്ച് വർഷങ്ങളായിട്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ഇല്ലാത്ത ആളുകളായിരിക്കാം. സോ വെരി സൂൺ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ റിട്ടേൺസ്, എസ്പെഷ്യലി നിങ്ങൾ കുറെ കാലമായിട്ട് കോണ്ടാക്ട് ഇല്ലാതെ നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, സോ വാട്ട് ഐ എം ഹിയറിംഗ് ഈസ്, ചില സെപ്പറേഷൻ നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ലൈക്ക് നമ്മള് പഠിക്കാൻ വേണ്ടി, നന്നാവാൻ വേണ്ടിയിട്ട് ചില പ്ലേസിലേക്ക് പറഞ്ഞയക്കുമല്ലോ, ഗുരുകുല സമ്പ്രദായം എന്നൊക്കെ പറയുന്നത് പോലെ ആരോ ഈ ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ആരുടെ ഒരു ലൈഫിന്റെ ഒരു അവർ പോകേണ്ടതായിട്ടുള്ള ചില സിറ്റുവേഷനിലേക്ക് മാറ്റി നിർത്തുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, സോ അതായത് നിങ്ങൾ സെപ്പറേഷനിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ സോ ചില ആളുകൾക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അവർ മസ്റ്റ് ആയിട്ട് കണക്ട് ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ. സോ അതിന് വേണ്ടിയിട്ടായിരിക്കാം ഈ ഒരു സെപ്പറേഷൻ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ അതൊക്കെ പഠിച്ചു വരുന്ന സമയത്ത് അവർ വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരും. സോ നിങ്ങൾക്ക് തോന്നാണ് കുറെ കാലമായിട്ട് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ദേ ആർ കമ്മിങ് ബാക്ക്. ഓക്കെ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരാൾ മറ്റൊരാളിലേക്ക് സഞ്ചരിക്കുന്നുണ്ട്, റിട്ടേൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ ഓരോ ടൈമിലായിട്ട് വന്നു പോകുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മാനേജ് ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ്. എസ്പെഷ്യലി നിങ്ങൾ ഇമോഷണലി കണക്ട് ചെയ്യുന്ന ആളുകളാണ്. സോ ഈ ഒരു ഇമോഷൻസ് നിങ്ങളുടെ അടുത്ത് ഉണ്ടാവും, എപ്പോഴും ഉണ്ടാവും. ഇമോഷണൽ ഈ ഒരു കണക്ഷൻ എപ്പോഴും ഉണ്ടാവും. ഓക്കെ, ആ ഒരു ബോണ്ട് നിങ്ങൾക്ക് ഉണ്ടാവും. സോ ആ ഒരു ഇമോഷൻസ് നിങ്ങൾ ലൈഫ് ലോങ് ക്യാരി ചെയ്ത് പോകേണ്ട ഒരു കാര്യമാണ്. സോ നിങ്ങൾക്കത് പെട്ടെന്ന് ഒഴിവാക്കാനും പറ്റില്ല, നിങ്ങൾക്കത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലും ചില സമയത്ത് വന്നോളണമെന്നില്ല. ഓക്കെ, കാരണം ചില സമയത്ത് ഒരാൾക്ക് പഠിക്കേണ്ടതായിട്ടുള്ള ഫേസിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, സോ ഒരു ലൈക്ക് ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഫിസിക്കലി എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളൊരു അൺകണ്ടീഷണൽ ലവ് ആയിട്ട് നിങ്ങൾ എടുക്കേണ്ട ഒരു റിലേഷൻഷിപ്പാണ്. ഓക്കെ, വെരി അൺകണ്ടീഷണൽ ലവ്. ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വീടാണ്, ഒരു ഗുരുകുലാണ്, പഠിക്കുന്നുണ്ട്. ഓക്കെ, സോ സ്നേഹം പഠിപ്പിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് ആണെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. സോ നിങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ ഫിസിക്കലി പ്രസന്റ് ആയിട്ടിരിക്കുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ എടുക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിക്കൊള്ളണമെന്നില്ല. ചില ആളുകൾക്ക് ഇത് നിങ്ങളുടെ ഫാമിലിയിൽ നിന്ന് തന്നെയുള്ള പേഴ്സൺ ആണ്. സോ നിങ്ങളുടെ അത്ര ക്ലോസ് ആയിട്ട് നിൽക്കുന്ന വ്യക്തി ആയിരിക്കാം ഓൾറെഡി. ചില ആളുകൾക്ക് നിങ്ങളുടെ സോൾ ഫാമിലി എന്നുള്ള ആളാണ്, പക്ഷെ നിങ്ങൾ ഫിസിക്കലി അങ്ങനെ മീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം ആയിക്കൊള്ളണമെന്നില്ല. റൈറ്റ്, സോ കാരണം നിങ്ങൾ ഒരേ ടൈമിൽ വേറെ വേറെ പ്ലേസിലൊക്കെ ഫിസിക്കലി പ്രസന്റ് ആവേണ്ട, അല്ലെങ്കിൽ വേറെ വേറെ സിറ്റുവേഷനിൽ പ്രസന്റ് ആവേണ്ട ആളുകളാണ്. സോ ഡിഫറെന്റ് ആയിട്ടുള്ള ലൈഫ് സിറ്റുവേഷനിൽ കൂടെ പോകുന്ന ആളുകളായിരിക്കാം. സോ എപ്പോഴും നിങ്ങൾക്ക് ഫിസിക്കലി ഒരു പ്ലേസിൽ അവൈലബിൾ ആയിട്ട് നിൽക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഒരു വീട്ടില് ഫിസിക്കലി നിങ്ങൾ നിൽക്കുക, താമസിക്കുക, അത് എപ്പോഴും നിങ്ങൾക്ക് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം ആയിക്കൊള്ളണമെന്നില്ല. സോ നിങ്ങൾ വളരെ റെയർ ആയിട്ട് ഫിസിക്കലി മീറ്റ് ചെയ്യുന്ന ആളുകളായിരിക്കാം. ഓക്കെ, the person on your mind, എന്തിനാണ് ഈ വ്യക്തി നിങ്ങൾ കണ്ടുമുട്ടിയത്, എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഇന്റൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ വളരെ സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് ഇൻഡിവിജ്വൽ ആയിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ ഒരു വീട്ടിലെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള രണ്ട് കുട്ടികളാണ്. ഓക്കെ, ദൈവത്തിന്റെ രണ്ട് കുട്ടികൾ എന്നൊക്കെ പറയുന്നത് പോലെ, അല്ലെങ്കിൽ എന്തൊരു പവറിന്റെ രണ്ട് കുട്ടികളാണ് നിങ്ങൾ. ഓക്കെ, സോ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ആണ് ചില ആളുകൾ ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു ലൈക്ക് സ്പെഷ്യൽ ടാലന്റ്സ് ഉള്ള ആളുകളാണ്, ഓർ നിങ്ങൾക്ക് എന്തോ ഒരു സ്പെഷ്യാലിറ്റി രണ്ടുപേർക്ക് നിങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം അല്ലെ. സോ ഇറ്റ്സ് ലൈക്ക് സൂര്യനും ചന്ദ്രനും പോലെയാണ്. സോ അവര് എപ്പോഴെങ്കിലും അടുത്തടുത്ത് വന്ന് നിന്നിട്ടുണ്ടോ? പക്ഷെ രണ്ടാളും അത്ര സ്ട്രോങ് ആയിട്ടുള്ള എലമെന്റ്സ് ആണ്, പക്ഷെ രണ്ടാളും അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് വ്യക്തികളാണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്ത വ്യക്തികളാണ് അല്ലെ. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ഒരു സോൾ ഫാമിലിയില് അല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫിൽ അത്ര ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വ്യക്തിയാണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വ്യക്തിയാണിത്. ഓക്കെ, സോ ഒരാൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ സ്ട്രെങ്ത് ഉള്ള വ്യക്തിയായിരിക്കാം, ഒരാൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള മെന്റൽ സ്ട്രെങ്ത് ഉള്ള വ്യക്തിയായിരിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്ട്രോങ് ഇൻബോൺ
ഇതുപോലത്തെ ഒരു ഇൻബോൺ കഴിവ് നിങ്ങൾക്കുള്ള ആളുകളായിരിക്കാം. മേ ബി നിങ്ങൾ ഡീൽ ചെയ്യുന്നതോ നിങ്ങളോ സാജിറ്റേറിയസ് ആയിരിക്കാം, ഓർ എനി ഫയർ സൈൻ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ഓർ എർത്ത് സൈൻ, ഓക്കെ, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഓക്കെ, അങ്ങനെ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. ബട്ട് യെസ്, നിങ്ങൾ രണ്ട് സ്ട്രോങ് എലമെന്റ് ആണ് നിങ്ങൾ. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് മണ്ണും തീയും എന്നൊക്കെ പറയുന്നത് പോലെ, അല്ലെങ്കിൽ മണ്ണും വെള്ളവും എന്ന് പറയുന്നത് പോലെ, തീയും വെള്ളവും പറയുന്നത് പോലെ. ഓക്കെ, തീയും വെള്ളവും അത്ര സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് എലമെന്റ്സ് ആണ്. പക്ഷെ അത് അവരെ ഒരുമിച്ച് വെക്കാൻ പറ്റില്ല അല്ലെ. പക്ഷെ അവരത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളുകളുമാണ്. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ഓക്കെ, സോ നിങ്ങൾ അങ്ങനെ മീറ്റ് ചെയ്യുക, നിങ്ങൾ ഫിസിക്കലി അങ്ങനെ കണക്ട് ചെയ്യുക, ഫിസിക്കലി ഒരു പ്ലേസിൽ കുറെ നേരം നിൽക്കുക എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട് ഫോർ യു. അങ്ങനെ പറ്റില്ല എന്നുള്ളതല്ല, ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് വളരെ ഹെൽത്തി ആയിട്ട് എടുക്കാൻ സാധിക്കും. ഇറ്റ്സ് ലൈക്ക് സ്ട്രോങ് മാസ്കുലൻ ഫെമിനിൻ എന്നൊക്കെ പറയുന്നത് പോലെ. രണ്ടാളും ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു എക്സ്ട്രീം ഓഫ് കംപ്ലീഷൻ നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പക്ഷെ എപ്പോഴും നിങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കാനും പറ്റിക്കൊള്ളണം എന്നില്ല. ഓക്കെ, നമ്പർ 1, എന്തിനാണ് ഈ വ്യക്തി നിങ്ങളെ കണ്ടുമുട്ടിയത്? അഗൈൻ ഇറ്റ്സ് എ കൺഫർമേഷൻ. ഓക്കെ, സ്ട്രോങ് ഫെമിനിൻ ക്വാളിറ്റി ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളെ കണക്ട് ചെയ്യുന്നുണ്ട്. ഓർ നിങ്ങളുടെ ഇതുപോലുള്ള ഫെമിനിൻ ഓർ മാസ്കുലൻ വളരെ ഡീപ്പായിട്ട് എവേക്കൻ ആക്കാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് കൂടിയാണ്. നിങ്ങൾ എന്താണെന്ന് കാണിച്ചു തരാൻ കൂടെ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഹിഡൻ ആയിട്ട് കിടന്നിട്ടുള്ള പല ടാലന്റ്സും ഇതുപോലുള്ള പല ക്വാളിറ്റീസും എക്സ്പ്രസ് ചെയ്യാനും പുറത്തേക്ക് കൊണ്ടുവരാനും എക്സ്പാൻഡ് ചെയ്യാനും കൂടിയാണ് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു റിട്ടേൺ എന്ന് പറയുന്നത്, ഈ ഒരു സോളിന്റെ ഒരു റിട്ടേൺ നിങ്ങൾ കാണേണ്ടത്. ഓക്കെ, സോ അതുകൊണ്ടാണ് ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ഇന്റൻസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് പോലെ പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ അതിന് മുൻപ് സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതിന് ശേഷം സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇത് വളരെ നിങ്ങൾക്ക് അങ്ങനെ മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് ആവുന്നതിന്റെ ഒരു റീസണും അതാണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് വളരെ ഡിഫറെന്റ് ആയിട്ടൊരു സ്പിരിച്വൽ ഇൻസൈറ്റ് തന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആണ്. നിങ്ങൾ അങ്ങനെ കാണേണ്ട ഒരു റിലേഷൻഷിപ്പ് കൂടിയാണ്. എസ്പെഷ്യലി നിങ്ങൾക്ക് തോന്നുകയാണ് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഒരു സ്റ്റക്ക് ആയിട്ടുള്ള ഒരു പോയിന്റിലാണ് വന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ പറ്റിയിട്ടുള്ള, നിങ്ങളുടെ കഴിവിനെ പറ്റിയിട്ടുള്ള, നിങ്ങളുടെ ലൈഫ് പേർപ്പസിനെ പറ്റി, നിങ്ങളുടെ സ്ട്രെങ്തിനെ പറ്റിയിട്ട് ഒരു തിരിച്ചറിവ് തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കണക്ഷൻ വന്നിട്ടുള്ളത്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് ഒരു വിസ്പർ പോലെ. നമ്മൾ ലൈഫിൽ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്കൊരു ഇൻറ്റ്യൂഷൻ കിട്ടുന്നത് പോലെ, ഒരു ഗട്ട് ഫീലിംഗ്സ് നമുക്ക് തോന്നുന്നത് പോലെ, ഒരു സഡൻ ഇൻസ്പിറേഷൻ നമ്മൾക്ക് കിട്ടുന്നത് പോലെയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുള്ളത്. നിങ്ങളുടെ വർത്ത് എന്താണെന്ന് കാണിക്കാൻ അല്ലെ. ചില ആളുകൾക്ക് ആ വ്യക്തിയുടെ ലൈഫിൽ നിങ്ങൾ അങ്ങനെ കണക്ട് ചെയ്തിട്ടുള്ള വ്യക്തിയായിരിക്കാം അല്ലെ, കണക്ട് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കാം. നിങ്ങളായിരിക്കാം ആ വ്യക്തിയുടെ ലൈഫിൽ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കാം. ഓൾറൈറ്റ്, സോ ഈ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഒരു ട്രഷറാണ് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളൊരു അസറ്റ് ആയിട്ട് നിങ്ങൾ കാണേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ആയിക്കൊള്ളണമെന്നില്ല, എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളും ആയിക്കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഇന്റൻഷൻ അതുപോലെ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ എല്ലാവർക്കും സാധിച്ചോളണമെന്നില്ല. ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു ഉദ്ദേശമുണ്ട് അത് വരുന്നതിന്, ആ ഒരു മാറ്റം നിങ്ങൾക്കത് റൈറ്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. സോ നിങ്ങളുടെ പല ഹിഡൻ ടാലന്റ്സും ഹിഡൻ ക്വാളിറ്റീസും ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ നല്ല രീതിയിൽ എക്സ്പാൻഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി ഇതൊരു ഗ്യാദറിംഗ് ആണ്. ഓക്കെ, ഒരു കൈൻഡ് ഓഫ് യൂണിയൻ ആണ്. ഓക്കെ, കൈൻഡ് ഓഫ് സോൾ യൂണിയൻ ആണ് നിങ്ങൾക്കിടയിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ആൻഡ് മോർ ഓവർ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്കിടയിൽ നിൽക്കുന്ന ഒരു സ്ട്രോങ് പവർ ഉണ്ടാവുന്നുണ്ട്. ആ ഒരു പവറാണ് നിങ്ങളെ കൂട്ടുന്നത്, ഡിവൈൻ. ഓക്കെ, ഒരു ഡിവൈൻ യൂണിയൻ എന്നൊക്കെ പറയുന്നത് പോലെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് അങ്ങനെ എടുക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഈ ഒരു മിഡിൽ നിൽക്കുന്നത് നിങ്ങളുടെ ആ ഒരു ഡിവൈൻ ആണ്, ആ ഒരു പവർ ആണ്. യു ഗൈസ് ആർ സ്പെഷ്യൽ ചൈൽഡ് ഓഫ് ദ മദർ യൂണിവേഴ്സ്. ഓക്കെ, ഒരു വീട്ടിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 കുട്ടികളാണ് നിങ്ങൾ, ഒരു സോൾ ഫാമിലിയിലെ. ആ ഒരു കണക്ഷൻ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു സോൾ ബോണ്ടിങ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ എന്തെങ്കിലും ഒരു ദേഷ്യമോ വഴക്കോ വൈരാഗ്യമോ ഈ വ്യക്തിയുടെ അടുത്തുണ്ടെങ്കിൽ നിങ്ങൾ അത് മെൽറ്റ് ചെയ്ത് കളയേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഒരിക്കലും ഈ വ്യക്തിയുടെ അടുത്ത് നിങ്ങൾ ദേഷ്യത്തോട് കൂടിയിട്ട് കണക്ട് ചെയ്യരുത്. എന്തുകൊണ്ട് അവരങ്ങനെ ചെയ്തു എന്ന് കരുതി അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ക്ഷമിച്ചു കൊടുക്കുക എന്നുള്ളതല്ല. ഓക്കെ, സോ ചില കാര്യങ്ങൾ ആ വ്യക്തിക്ക് തിരുത്താനുള്ള ഒരു അവസരം കൂടെ കൊടുക്കേണ്ടത് നിങ്ങളാണ്. ഒരു അമ്മേനെ പോലെ, ഒരു നല്ലൊരു പാരന്റ് പോലെ, അമ്മ അച്ഛൻ പോലെ. ഓക്കെ, അങ്ങനത്തെ ഒരു ക്വാളിറ്റീസും ഈ ഒരു റിലേഷൻഷിപ്പ് കാണിക്കേണ്ടതായിട്ടുണ്ട്. അൺകണ്ടീഷണൽ ലവ് ആണ് ഈ ഒരു റിലേഷൻഷിപ്പ്. ആൻഡ് നിങ്ങൾ വളരെ ഗ്രേറ്റ്ഫുൾ ആയിട്ട് എടുക്കേണ്ട ഒരു റിലേഷൻഷിപ്പ് ആണത്. ഓക്കെ, എസ്പെഷ്യലി നിങ്ങൾക്ക് തോന്നാണ് ആ വ്യക്തി നിങ്ങളെക്കാളും ഇമ്മച്ചുവേർഡ് ആണ് സ്പിരിച്വലി അല്ലെങ്കിൽ സൈക്കിക്കലി നിങ്ങളെക്കാളും ഇമ്മച്ചുവേർഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ പ്രവൃത്തിയും ആ വ്യക്തിയുടെ ഹാബിറ്റ്സും സിറ്റുവേഷനും ഒക്കെ നിങ്ങൾക്കത് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവരങ്ങനെ ട്രീറ്റ് ചെയ്യുക നിങ്ങൾ.
ഓക്കെ, അവിടെ എൻകറേജ് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ എൻകറേജ് ചെയ്യാൻ പാടില്ല. ഓക്കെ, എന്നാലേ ആ കുട്ടിക്ക് അല്ലെങ്കിൽ ആരാണോ ഇതിൽ ചെറിയ ആളായിട്ട് നിൽക്കുന്നത്, പക്വത ഇല്ലാതായിട്ട് നിൽക്കുന്നത്, അവർക്ക് ഗ്രോ ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, വളരെ ഹെൽത്തി ആയിട്ട് എടുക്കേണ്ട റിലേഷൻഷിപ്പ് ആണിത്. കാരണം നിങ്ങൾക്ക് പല വളരെ ഇന്റൻസ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് തന്ന ഒരു റിലേഷൻഷിപ്പ് ആണിത്. ഓക്കെ, പല നല്ല അനുഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ്. ആൻഡ് മോർ ഓവർ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കണക്ഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളുകളാണ്. അതായത് നിങ്ങളുടെ സോൾ കണക്ഷൻ, നിങ്ങൾ എങ്ങനെ അത് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഓക്കെ, നിങ്ങളുടെ വേറൊരു പകുതിയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലെ ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അവര് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്തൊക്കെയാണോ ലൈഫിൽ ഇൻകംപ്ലീറ്റ് ആയിട്ട് കിടക്കുന്നത് ഓർ മിസ്സിംഗ് ആയിട്ട് കിടക്കുന്നത്, ഈ ഒരു റിലേഷൻഷിപ്പ് അത് കണക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പ് കൂടിയാണ്, ആ വ്യക്തിയാണത്. ഓക്കെ, അങ്ങനെ എടുക്കേണ്ട ഒരു റിലേഷൻഷിപ്പ് ആണ്. ഗ്രൂപ്പ് നമ്പർ 1 റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 2 നൗ. ഹേ ഗ്രൂപ്പ് നമ്പർ 2, എന്തിനാണ് ഈ വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടിയത്? എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഇന്റൻഷൻ? എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി, ഈ വ്യക്തിയെ പറ്റി നിങ്ങൾ അറിയേണ്ടത്? നിങ്ങൾക്കുള്ള സ്പെഷ്യൽ മെസ്സേജ് നോക്കാം. സോ ഇത് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പാണ്, അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് ലൈഫാണ്. ഓക്കെ, റൊമാൻസ് എന്നൊക്കെ പറയുന്നത് പോലെ നിങ്ങൾക്ക് അങ്ങനെ പല എക്സ്പീരിയൻസും, ഒരു റൊമാൻസിൽ എന്തൊക്കെ എക്സ്പീരിയൻസ് വേണോ അതൊക്കെ നിങ്ങൾ കണക്ട് ചെയ്തിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. നിങ്ങളുടെ മനസ്സും ശരീരമൊക്കെ തൊട്ടിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. മനസ്സും ശരീരമൊക്കെ ഉണർത്തിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫസ്റ്റ് ലവ് എന്നൊക്കെ പറയുന്നത് പോലെ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ആദ്യത്തെ ഒരു പേഴ്സൺ ആയിരിക്കാം. അല്ലെങ്കിൽ ഈ വ്യക്തിയായിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് സിറ്റുവേഷനിലൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള, സംസാരിച്ചിട്ടുള്ള, എക്സ്പ്രസ് ചെയ്തിട്ടുള്ള, അങ്ങനത്തെ ഒരു ഇന്റിമസി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാം. ഓക്കെ, സോ നിങ്ങളൊരു റൊമാൻസ് ഓഫ് ലൈഫ് ടൈം എന്നൊക്കെ പറയുന്നത് പോലെ ലെറ്റ്സ് സീ എന്ത് മെസ്സേജ് ആണ് നിങ്ങൾക്കുള്ളത്. A message for you. I'm thinking of you this very moment. Your love fills me with light. I love you. So probably നിങ്ങൾ റീസെന്റ് ആയിട്ട് റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുള്ള ആളുകളായിരിക്കാം, ഓർ നിങ്ങൾ കോണ്ടാക്റ്റിൽ ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മൊമെന്റിൽ ഈ വ്യക്തി നിങ്ങളെ പറ്റിയിട്ട് ഡീപ്പായിട്ട് ചിന്തിക്കുന്നുണ്ട്, മിസ് ചെയ്യുന്നുണ്ട്, കണക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ മനസ്സും ശരീരവും ടച്ച് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഒരുപാട് അവേക്കൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് അല്ലെ. ഈ സമയത്ത് നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടെലിപ്പത്തിക് ബോണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സ്പെഷ്യലി നിങ്ങൾ കോണ്ടാക്റ്റിൽ ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ രീതിയിൽ നിങ്ങൾ മെസ്സേജ് പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് ആ ഒരു ടെലിപ്പത്തിക് മെസ്സേജ് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കാം. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്, ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ ഈ വ്യക്തിയുടെ തോട്ട്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കാം. നിങ്ങളത് പരസ്പരം കണക്ട് ചെയ്യുന്ന കാര്യമായിരിക്കാം. ഓക്കെ, സോ ലെറ്റ്സ് സീ എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി നിങ്ങൾക്കുള്ള മെസ്സേജ്. എന്തിനാണ് ഈ വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുള്ളത്? എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഇന്റൻഷൻ? ഗ്രൂപ്പ് നമ്പർ 2, വൈ ഡിഡ് യു മീറ്റ് ദിസ് പേഴ്സൺ? ഈ വ്യക്തിയെ എന്തിനാണ് നിങ്ങൾ കണ്ടുമുട്ടിയത്? എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഇന്റൻഷൻ? എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് നിങ്ങൾ അറിയേണ്ടത്? ഗ്രൂപ്പ് നമ്പർ 2, ഗ്രൂപ്പ് നമ്പർ 2, വളരെ അഡിക്റ്റീവ് ആയിട്ട് നിങ്ങൾ കാണുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഒരുപാട് ഡിപ്പെൻഡൻസി ഉണ്ടാവാൻ സാധ്യത ഉള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഓക്കെ, ഒരു കോ ഡിപ്പെൻഡൻസി, അഡിക്ഷൻ, ഓക്കെ, പരസ്പരം ഉണ്ടാവുന്ന അഡിക്ഷൻ, ഒരാൾക്ക് മറ്റൊരാളോട് തോന്നുന്ന അഡിക്ഷൻ ഉണ്ടാവുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഓക്കെ, സോ ഈ ഒരു സമയത്ത് പ്രോബബ്ലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കേണ്ടതായിട്ടുള്ള ചില മാറ്റത്തിൽ കൂടി ആയിരിക്കാം നിങ്ങൾ പോകുന്നുണ്ടായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ജേർണിയിൽ നിങ്ങൾ കണ്ട് മുട്ടിയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പാത്തിൽ നിങ്ങൾ കണക്ട് ചെയ്തിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കാം ഇത്. ഓക്കെ, സി ഈ ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ പ്രോബബ്ലി നിങ്ങൾ ഒരുപാട് കാലത്തേക്ക് കൊണ്ടുപോകുന്നതായിക്കൊള്ളണമെന്നില്ല. ഓക്കെ, ഒരു ലൈഫ് സിറ്റുവേഷനിൽ നിങ്ങൾ കണക്ട് ചെയ്തു, പല കാര്യങ്ങളും വളരെ ഡീപ്പായിട്ട് പഠിച്ചു, എക്സ്പീരിയൻസ് ചെയ്തു, ആൻഡ് അഗെയിൻ നിങ്ങൾ മുന്നോട്ട് പോകേണ്ട ഒരു റിലേഷൻഷിപ്പാണ് വിത്ത് ദാറ്റ് പേഴ്സൺ ഓർ വിത്തൗട്ട് ദാറ്റ് പേഴ്സൺ. ഓക്കെ, ആ വ്യക്തി കൂടെയോ അല്ലെങ്കിൽ ആ വ്യക്തി കൂടാതെയോ നിങ്ങളുടെ ലൈഫിന്റെ മുന്നോട്ട് പോകേണ്ട ആളുകളാണ്. ഓക്കെ, സോ ഈ ഒരു വ്യക്തി ആൻഡ് അഗെയിൻ ചില ഡിവൈൻ ഇൻവോൾവ്മെന്റ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നുണ്ട്. സോ ഇത് മേ ബി ലൈക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഒരു ലെസൺ ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഈ ഒരു റിലേഷൻഷിപ്പ് ചില കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, സോ സ്പിരിച്വൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട നല്ല കാര്യങ്ങളും ലെസണും കൂടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നുണ്ടായിരിക്കാം. ഓക്കെ, എസ്പെഷ്യലി നിങ്ങൾ ഒരുപാട് ഡിപ്പെൻഡഡ് ആണ് ഈ ഒരു വ്യക്തിയിൽ, ഈ ഒരു റിലേഷൻഷിപ്പിലെങ്കിൽ അത് നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു പാഠമായിരിക്കാം. ഓക്കെ, എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കണം എന്നുള്ളത്, ഒരാളിൽ എത്രമാത്രം അഡിക്റ്റീവ് ആവാൻ പാടില്ല എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ എന്താണോ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, എക്സാക്ട്ലി
ഓക്കെ. സോ പല സിറ്റുവേഷനിലും നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് തന്നെ, ഓക്കെ, സോ നിങ്ങൾക്ക് പാസ്റ്റ് ഉണ്ടായിട്ടുള്ള സിറ്റുവേഷൻ എന്നുള്ളതല്ല, ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തേക്ക് വരിക എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു ടാസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടായിരിക്കാം. ഓക്കെ, ആൻഡ് മെയിൻലി ഇവിടെ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വാക്കുകളിൽ നിന്ന് കിട്ടുന്ന ഒരു ബ്ലോക്കേജ്, വാക്കുകൾ കൊണ്ട് ഉണ്ടാക്കുന്ന ചില ബ്ലോക്കേജ് ആണ്. ഓക്കെ, അതായത് ഒരാള് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നമ്മളൊരു ഫാന്റസി വേൾഡിൽ ജീവിക്കുന്നത് പോലെയാണ് ഈ ഒരു റിലേഷൻഷിപ്പ്. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഫാന്റസി ലാൻഡ് ആണ്. ഓൾറൈറ്റ്, കാരണം ഇതൊരു റൊമാൻസ് ആണ്. ഓക്കെ, സോ റൊമാൻസ് പലപ്പോഴും, റൊമാൻസിലെ ചില സിറ്റുവേഷൻ പലപ്പോഴും ഒരു കൈൻഡ് ഓഫ് ഫാന്റസി വേൾഡ് പോലെയാണ് അല്ലെ. ആ ഒരു ടൈമിൽ കണക്ട് ചെയ്യുന്ന കാര്യങ്ങള്, പറയുന്ന കാര്യങ്ങള്, അതിന് മാറ്റങ്ങൾ സംഭവിക്കാം. ഓക്കെ, സോ ഈ ഒരു റിലേഷൻഷിപ്പിലും വാക്കുകളിൽ ഉണ്ടായിട്ടുള്ള ചില ക്ലാഷസ് അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ചില പ്രോബ്ലംസ് ഉണ്ടാവുന്നുണ്ട്. അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞ വാക്കിൽ ഒരാൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങളടുത്ത് വളരെ സ്നേഹത്തോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ മാറ്റങ്ങൾ വന്നതുകൊണ്ട് നിങ്ങൾ പണ്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിരിക്കാം അല്ലെ, അല്ലെങ്കിൽ ആ ഒരു തോട്ട്സിൽ നിങ്ങൾ ജീവിക്കുന്നതായിരിക്കാം. ഓർ എന്തെങ്കിലും വാക്കിൽ നിന്ന് പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ഒരുപാട് ഹേർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. അവരോ നിങ്ങളെയോ നിങ്ങൾ അവരെയോ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അല്ലെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്, ട്രസ്റ്റ് ഇഷ്യൂ, ഇതൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, സോ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ണ് തുറന്ന് കാണേണ്ട ഒരു റിലേഷൻഷിപ്പ് ആണത്. ഓക്കെ, അല്ലെങ്കിൽ മാറി നടക്കേണ്ട റിലേഷൻഷിപ്പ് ആണ്. എസ്പെഷ്യലി ഒരു വ്യക്തിയിൽ നിങ്ങൾ ഒരുപാട് അഡിക്ഷൻ കാണുന്നുണ്ടെങ്കിൽ, ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ പലതും ഈ ഒരു റിലേഷൻഷിപ്പിൽ കാണുന്നില്ല, നിങ്ങൾക്ക് നോക്കേണ്ട കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ ശ്രദ്ധിക്കുന്നുള്ളൂ, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ ഇതിലേക്ക് നോക്കുന്നുള്ളൂ, ശ്രദ്ധിക്കുന്നുള്ളൂ. അങ്ങനെയല്ല, പല കാര്യങ്ങളും നിങ്ങൾ കണ്ണ് തുറന്ന് കാണേണ്ടതായിട്ടുണ്ട്, പല കാര്യങ്ങളും നിങ്ങൾ പ്രാക്ടിക്കലി എടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ഓക്കെ. കാരണം ഈ ഒരു സമയത്ത്, ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ അനുഭവിക്കുന്ന എന്തോ ഒരു കാര്യത്തിൽ നിന്ന് എങ്ങനെ പുറത്തേക്ക് വരാം എന്നുള്ളതാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഗ്രൂപ്പ് നമ്പർ 2, എക്സാക്ട്ലി ഗ്രൂപ്പ് നമ്പർ 2. ഒരാളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാണ്, അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുന്നത് മൊത്തം മറ്റൊരാളിലാണ്. ഓൾറൈറ്റ്, ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് രണ്ടാൾക്കും പഠിക്കേണ്ടതായിട്ടുള്ള ലെസൺസ് ഉണ്ട്. ഒരാൾ മാത്രം സ്ട്രഗിൾ ചെയ്യുക എന്നുള്ളതല്ല. ഓക്കെ, ജെലസ് ഉണ്ടാവുന്നുണ്ട്, കമ്പാരിസൺ ഉണ്ടാവുന്നുണ്ട്, ഇൻസെക്യൂർ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ബിക്കോസ് ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ ഈ ഒരു രീതിയിൽ ഒരുപാട് ട്രിഗർ ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഇത് നല്ല രീതിയിൽ എങ്ങനെ എടുക്കാൻ പറ്റും? ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈഗോ അവിടെ ഉണ്ടാവുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഈഗോ ഹെൽത്തി ആയിട്ട് എടുക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പരസ്പരം ഉണ്ടാവുന്ന ഒരു കമ്പാരിസൺ നിങ്ങൾ ഹെൽത്തി ആയിട്ട് എടുക്കാൻ ശ്രമിക്കുക. ഒരാള് ഞാൻ ഇല്ലാണ്ട് എങ്ങനെയൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ എന്റെ കൂടെ നിൽക്കേണ്ട ഒരു കാര്യം എന്റെ കൂടെ നിൽക്കുന്നില്ല, വേറെ പ്ലേസിൽ വേറെ ആൾക്കാരുടെ കൂടെ കണക്ട് ചെയ്യുന്നു, അവർ സക്സസ് ആവുന്നു, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നു. ഇങ്ങനെ തുടങ്ങിയ ചില ഇൻസെക്യൂരിറ്റീസ്, ഇങ്ങനത്തെ ചില ഈഗോസ്, കമ്പാരിസൺ ഒക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാവുന്നുണ്ട്. കാരണം ഒരാള് വളരെ സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിൽ, അല്ലെങ്കിൽ ഒരു ടൈമിൽ ഒരാൾ വളരെ സക്സസ്ഫുൾ ആവുന്ന സമയത്ത് മറ്റൊരാൾക്ക് അതിലൊരുപാട് ഇതുപോലത്തെ ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു ഇമോഷൻസ് നിങ്ങൾ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. സോ നിങ്ങൾക്ക് എന്തില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നോ, അല്ലെങ്കിൽ ചില കാര്യങ്ങളിലേക്ക് നോക്കുന്ന സമയത്താണ് നമുക്ക് ആ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടാവുക അല്ലെ, നമ്മളുടെ ലൈഫിൽ അങ്ങനെയല്ല, നമ്മൾ അങ്ങനെയല്ല എന്നുള്ളൊരു ഫീലിങ്സ് ഉണ്ടാവുക. സോ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളിലേക്കാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്, നിങ്ങൾ അത് ഉണ്ടാക്കിയെടുക്കുക. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവുന്നുണ്ട് അല്ലെ. സോ അങ്ങനെയാണ് നിങ്ങൾ ഗ്രോ ചെയ്യാം റിലേഷൻഷിപ്പിൽ. ഓക്കെ, സോ അതല്ലാതെ ലൈക്ക് നിങ്ങൾ വളരെ സെന്റിമെന്റൽ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം ഈ ഒരു റിലേഷൻഷിപ്പ്, വളരെ സെന്റിമെന്റൽ ആയിട്ട് ഒരാളുടെ ലൈഫിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ, അവരുടെ സന്തോഷത്തിലേക്ക് ഫോക്കസ് ചെയ്ത്, അല്ലെങ്കിൽ കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ചിരുന്ന് നിങ്ങൾക്ക് ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് പോവാം. പക്ഷെ നിങ്ങൾ ലൈഫിൽ എവിടെ എത്തൂല ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട്. സോ ഇൻസ്റ്റീഡ് എനിക്കും അങ്ങനത്തെ മാറ്റങ്ങൾ ലൈഫിൽ വേണം എന്നുള്ള ഒരു ഹെൽത്തി ആയിട്ടൊരു കമ്പാരിസൺ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ട്രിഗർ ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പ് കൂടിയാണിത്. ഓക്കെ, കാരണം ഒരാൾ വളരെ ഫെയിമിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഒരാൾ നിങ്ങൾ കാണുന്നത്, ഓക്കെ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സക്സസ്ഫുൾ ആയിട്ട് നിങ്ങൾ കാണുന്ന ഒരു വ്യക്തിയായിരിക്കാം. റൈറ്റ്, ഇത് നിങ്ങൾ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് എടുക്കേണ്ട ഒരു റിലേഷൻഷിപ്പ് ആണ്. ഓക്കെ, ഇത് നിങ്ങൾ അത്ര ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതല്ല, നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഒരു കോൺട്രാക്ട് ഉണ്ടാവുന്നുണ്ട്. സോ അതുകൊണ്ടാണ് നിങ്ങളുടെ ഒരു ജേർണിയിൽ നിങ്ങൾ മീറ്റ് ചെയ്യുന്ന ഒരു ടൈമിൽ നിങ്ങൾക്ക് ഭാഗമാവേണ്ട, നിങ്ങൾക്ക് ലെസൺ ആവേണ്ട, കാരണം ഒരു
കൈൻഡ് ഓഫ് ഒരു സോൾ കോൺട്രാക്ട് ആണ്. ഓക്കെ, ഇന്ന സമയത്ത് ഞാൻ വന്ന് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തോളാം എന്നുള്ളൊരു കോൺട്രാക്ട് നിങ്ങളുടെ സോളിന് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളെ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം, ഇങ്ങനത്തെ ഒരു ഫീലിംഗ്സ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടായിരിക്കാം. കാരണം ആ ഒരു സമയത്താണ് നിങ്ങളുടെ ഈഗോ വർക്ക്ഔട്ട് ആവുക, നിങ്ങൾക്കും ഗ്രോ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുക. ഓക്കെ, സോ നിങ്ങളുടെ മുന്നോട്ടുള്ള ഒരു സ്പിരിച്വൽ ജേർണിയിൽ ഇതുപോലത്തെ ഒരു മാറ്റം നിങ്ങൾക്ക് വേണ്ടി വന്നേക്കാം. ഓക്കെ, അതുകൊണ്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഇതുപോലത്തെ ചില മാറ്റങ്ങൾ നിങ്ങളെ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തൊരു കൈൻഡ് ഓഫ് സോൾ കോൺട്രാക്ട് ഡെഫിനറ്റ്ലി ഉള്ള ആളുകളാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് അതുപോലത്തെ ചില സോൾ കോൺട്രാക്ട് ഉള്ള ആളുകളാണ്. ഓൾറൈറ്റ്, സോ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ ഇമോഷൻസ് ബാലൻസ് ചെയ്യണം എന്നുള്ളതാണ് നിങ്ങൾ മെയിൻ ആയിട്ട് പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, കാരണം ഈ ഒരു റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്താണ് നിങ്ങൾ പല പല ഇമോഷണൽ സിറ്റുവേഷനിൽ കൂടിയും പോകുന്നത്, അല്ലെ? ഒരുപാട് ലൈക്ക് ഇന്റൻസിറ്റി നിങ്ങൾ പല സിറ്റുവേഷനിലും, ഈവൻ അത് സന്തോഷമാണെന്നുണ്ടെങ്കിലും വിഷമാണെന്നുണ്ടെങ്കിലും രണ്ടാളും, ഓക്കെ, സോ രണ്ടാളും അതിൻ്റെതായിട്ടുള്ള ഒരു സ്ട്രഗിൾ കൂടെ പോകുന്നുണ്ട്, ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകുന്നുണ്ട്. സോ ഒരാൾക്ക് മാത്രം ബുദ്ധിമുട്ട് ഉണ്ടാവുക എന്നുള്ളതല്ല, രണ്ടാൾക്കും ആ ഒരു സ്ട്രഗിൾ ഉണ്ടാവുന്നുണ്ട്, രണ്ടാൾക്കും ആ ഒരു കമ്പാരിസൺ ഉണ്ടാവുന്നുണ്ട്, രണ്ടാളും ഫേസ് ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലാണെന്നുണ്ടെങ്കിലും. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു കോൺട്രാക്ട്സ് ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ലെസൺ തരാം എന്നുള്ളത്. ഓക്കെ, സോ ആ ഒരു ലെസൺ നിങ്ങൾ പഠിച്ചു പാസ്സായാലേ നിങ്ങൾക്ക് ലൈഫിന്റെ അടുത്തൊരു ചാപ്റ്ററിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ഈ ഒരു ലെസൺ വേണം നിങ്ങളെ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്തൊരു നിങ്ങളുടെ ലൈഫിൽ ഇനി സംഭവിക്കാൻ പോകുന്ന ഒരു മേജർ ഷിഫ്റ്റിലേക്ക് വരാൻ വേണ്ടി. ഓക്കെ, സോ അങ്ങനെയൊക്കെ കാണേണ്ട റിലേഷൻഷിപ്പ് ആണിത്. ഓക്കെ, ആൻഡ് മോർ ഓവർ നിങ്ങൾക്ക് അങ്ങനെ വളരെ നിങ്ങളുടെ ലൈഫിലൊരു റൊമാൻസ് ഓഫ് ലൈഫ് ടൈം ആണ്. ഓക്കെ, സോ നമുക്ക് അങ്ങനത്തെ ഒരു സ്നേഹം ക്രിയേറ്റ് ചെയ്താലേ പിന്നീട് ഇങ്ങനത്തെ കമ്പാരിസൺ ഒക്കെ അവിടെ ഉണ്ടാവുള്ളൂ, അല്ലെ? നിങ്ങൾ പോലും എക്സ്പെക്ട് ചെയ്യാത്തൊരു സ്നേഹം ഒരാളുടെ അടുത്ത് തോന്നുക, അവിടെ ചില മാറ്റങ്ങൾ ഉണ്ടാവുന്ന സമയത്താണ് നിങ്ങൾക്ക് അങ്ങനത്തെ മാറ്റം വേണം, നിങ്ങളുടെ ലൈഫിൽ മാറ്റം വേണമെന്ന് തോന്നുള്ളൂ. അയാളെക്കാളും മുന്നിൽ വരണം, അല്ലെങ്കിൽ അയാളെ പോലെ ആവണം, അല്ലെങ്കിൽ ലൈക്ക് ഇൻസ്പയർ ചെയ്യാനും പറ്റുക. ഓക്കെ, സോ അങ്ങനത്തെ ഒരു കമ്പാരിസൺ മാത്രം എന്നുള്ളതല്ല, ഒരാൾക്ക് മറ്റൊരാളെ ഇൻസ്പയർ ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഓക്കെ, ഒന്നും ചെയ്യാൻ കഴിവില്ലാത്ത ഒരാൾക്ക് ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കഴിവുണ്ടാക്കാൻ അവർ ശ്രമിക്കും. അതാണ് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്, അതാണ് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അത്ര കാലമായിട്ട് ഒന്നും ചെയ്യാണ്ട് ജീവിച്ചിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തൊക്കെയോ ചെയ്യണം എന്ന് തോന്നും, അറ്റ്ലീസ്റ്റ് ആ വ്യക്തിയെ ഇൻസ്പയർ ചെയ്യാൻ വേണ്ടി, അറ്റ്ലീസ്റ്റ് ഓപ്പോസിറ്റ് നിൽക്കുന്ന പേഴ്സണെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി. ഓൾറൈറ്റ്, ഗ്രൂപ്പ് നമ്പർ 2, എന്തിനാണ് ഈ വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടിയത്? എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഇന്റൻഷൻ? അല്ലെങ്കിൽ ഇറ്റ്സ് എ കൺഫർമേഷൻ, ഇമോഷണലി പല കാര്യങ്ങളും ബാലൻസ് ചെയ്യാൻ പഠിപ്പിക്കുകയാണ് ഈ ഒരു റിലേഷൻഷിപ്പ്. തിങ്കിങ്, ഓവർ തിങ്കിങ്, നിങ്ങളുടെ ഇതുപോലുള്ള ആങ്സൈറ്റി, ഫിയർ, ഇതുപോലത്തെ കാര്യങ്ങളിനൊക്കെ എങ്ങനെ ഡീൽ ചെയ്യണം, എങ്ങനെ ഫേസ് ചെയ്യണം, എങ്ങനെ പുറത്തു വരണം, ചില ഇമോഷൻസ് എങ്ങനെ കൺട്രോൾ ചെയ്യണം, അങ്ങനെ നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു റിലേഷൻഷിപ്പാണിത്. ഓക്കെ, പക്ഷെ അതിന് മുൻപ് നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു റൊമാൻസ് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി കാരണം ഉണ്ടാവും. ഓക്കെ, കണക്ട് ചെയ്യാൻ സാധിക്കും. ഗ്രൂപ്പ് നമ്പർ 2, സോ നിങ്ങൾ ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ട് വരേണ്ട ഒരാളാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഫെയിമിലേക്ക് വരേണ്ട ആളാണ്, സ്പെഷ്യലി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ടാലൻസ് ഒക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരാൾ അങ്ങനത്തെ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ മറ്റൊരാളും ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവരാനാണ് ഈ ഒരു റിലേഷൻഷിപ്പ് ശ്രമിക്കുന്നത്, അറിഞ്ഞോ അറിയാതെയോ ശ്രമിക്കുന്നത്. നിങ്ങൾ അങ്ങനെ എടുക്കേണ്ട റിലേഷൻഷിപ്പ് ആണല്ലോ. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 2, എന്തിനാണ് ഈ വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടിയത്? എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഇന്റൻഷൻ? ഓക്കെ, എക്സാക്ട്ലി. സോ നിങ്ങൾക്ക് ഒരുപാട് ഇങ്ങനെ നിങ്ങളെ ചൂട് പിടിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഇന്റൻഷൻ എന്ന് പറയുന്നത്. കാരണം നിങ്ങൾക്ക് അറിയാം, ചിലതിൽ നിങ്ങൾ സ്റ്റക്കാണ്, നിങ്ങളുടെ ലൈഫിൽ സ്റ്റക്കാണ്, പല കാര്യത്തിൽ നിങ്ങൾ സ്റ്റക്കാണ്. ഈ ഒരു റിലേഷൻഷിപ്പിൽ സംഭവിച്ചിട്ടുള്ള കാര്യം കൊണ്ട് തന്നെ നിങ്ങൾ പല സിറ്റുവേഷനായിട്ട് സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്, അല്ലെ? സോ പെട്ടെന്നായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കൊരു സ്പാർക്ക് ഉണ്ടാവുക, ഞാൻ ഇങ്ങനെ ആവാൻ പാടില്ല എന്നുള്ളത്. ഓക്കെ, അത് ഈ ഒരു വ്യക്തിയുടെ കൂടെ ഞാൻ ഇങ്ങനെ ആവാൻ പാടില്ല എന്നുള്ളത് ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഇതൊരു ഒരിക്കലും ഒരു വിഷമായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വേണ്ടാണ്ട് സംഭവിച്ചിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിട്ടോ ഒരു മിസ്റ്റേക്ക് ആയിട്ടോ നിങ്ങൾ കാണേണ്ട ഒരു റിലേഷൻഷിപ്പ് അല്ല. ഇത് നിങ്ങളെ ചൂട് പിടിപ്പിക്കുന്ന റിലേഷൻഷിപ്പാണ്. ഇത് നിങ്ങളെ ഒരു യങ് വേർഷനിലേക്ക് കൊണ്ടുവരുന്ന റിലേഷൻഷിപ്പാണ്. ഇത് നിങ്ങളുടെ പേർപ്പസിലേക്ക് മീറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന റിലേഷൻഷിപ്പാണ്. ഓക്കെ, അങ്ങനത്തെ ഒരു കോമ്പറ്റീഷൻ, അങ്ങനത്തെ ഒരു വാശി കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പാണ്. ഓക്കെ, സോ മറ്റൊരാൾ അങ്ങനെ ട്രിഗർ ചെയ്യുന്നുണ്ട്, അങ്ങനെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ ഒരു ജലസ് കൊണ്ടുവരുന്നുണ്ട്, കമ്പാരിസൺ കൊണ്ടുവരുന്നുണ്ട്, രണ്ടും അങ്ങോട്ടും ചെയ്യുന്നുണ്ട് ഇങ്ങോട്ടും ചെയ്യുന്നുണ്ട്. ഓക്കെ, എങ്ങനെ ജീവിക്കണം എന്നുള്ളത് പഠിപ്പിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പാണ്. അത് നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ കൂടെ എന്തും എക്സ്പീരിയൻസ് ചെയ്തോട്ടെ, എങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഈ റിലേഷൻഷിപ്പ് നിങ്ങൾ പഠിപ്പിക്കുന്നത് ആ ഒരു കാര്യമാണ്.
ഓക്കെ, സോ ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ചില സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനോട് തോന്നിയിട്ടുള്ള ഒരു കണക്ഷനിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ സ്റ്റക്ക് ആയിട്ട് നിൽക്കരുത്. ഓക്കെ, അല്ലെങ്കിൽ ചില കണക്ഷൻ അല്ല നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഡിഫൈൻ ചെയ്യേണ്ടത്. ഓക്കെ, ടോക്സിസിറ്റി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ റിലേഷൻഷിപ്പ് അമിതമായ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, തോട്ട്സ് ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ, ഒരുപാട് ചിന്തിക്കുകയാണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി, ഈ ഒരു വ്യക്തിയെ പറ്റി, അല്ലെങ്കിൽ ഈ വ്യക്തിയിലേക്ക് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ നിങ്ങൾ അതിൽ അടിമപ്പെട്ടു പോകും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാം. ഈ ഒരു ബന്ധത്തെ പറ്റി, ഈ ഒരു വ്യക്തിയെ പറ്റി നിങ്ങൾ ഓവറായിട്ട് ചിന്തിക്കരുത്. ഇത് നിങ്ങളുടെ ലൈഫ് അല്ല, ഇത് നിങ്ങളുടെ ഒരു വേൾഡ് അല്ല, ഇത് നിങ്ങളെ ഇൻസ്പയർ ചെയ്യാണ്. ഡെഫിനറ്റ്ലി ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തിയാണ്. പക്ഷെ നിങ്ങളെക്കാൾ ഒരു പ്രാധാന്യം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ബാക്കിയുള്ള കാര്യത്തിനേക്കാൾ ഒരു പ്രാധാന്യം നിങ്ങൾ കണക്ട് ചെയ്യേണ്ട, നിങ്ങളുടെ കഴിവിനേക്കാൾ ഒരു പ്രാധാന്യം ഈ ഒരു വ്യക്തിക്ക് നിങ്ങൾ കൊടുക്കാതിരിക്കുക. അങ്ങനെ വരുന്ന സമയത്താണ് ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് കുറച്ച് ടോക്സിക് ആവുക. ഡെഫിനറ്റ്ലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സോൾ കോൺട്രാക്ട് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു ഇൻസെപ്പറബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഈ ഒരു വ്യക്തിയുമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. മാറ്റാൻ പറ്റാത്ത ഒരു ബന്ധം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സോൾ കോൺട്രാക്ട് ഉണ്ട്. നിങ്ങൾ എത്രമാത്രം നിങ്ങൾ പോകുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് അറിയാം അല്ലെ, അവിടെ നിങ്ങൾ എത്രമാത്രം നിങ്ങൾ പുറത്തേക്ക് വരാൻ സഹായിക്കുന്നു, അത്രയും വേഗത്തിൽ നിങ്ങൾക്ക് ഈ ഒരു സോൾ കോൺട്രാക്ട് ക്ലോസ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകേണ്ട കാര്യമില്ല, ലൈഫ് ലോങ് നിങ്ങൾ കൊണ്ടുപോകേണ്ട കാര്യമില്ല. ഓൾറൈറ്റ്, സോ ചില അനാവശ്യമായിട്ടുള്ള ഫൈറ്റ്സ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് ഫൈറ്റ് ഉണ്ടാക്കുന്നുണ്ട്, ട്രൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഒരു റിലേഷൻഷിപ്പ് ഫിക്സ് ചെയ്യുന്ന കാര്യത്തിലേക്ക് അല്ല നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെ എങ്ങനെ എൻകറേജ് ചെയ്യുന്നുണ്ട്, എങ്ങനെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട്, എങ്ങനെ ചാലഞ്ച് ചെയ്യുന്നുണ്ട്, അതാണ് നിങ്ങൾ നോക്കേണ്ടത്. അത് മനഃപൂർവ്വം ചെയ്യുന്നതോ മനഃപൂർവ്വം ചെയ്യാത്തതോ ആയിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അത് നിങ്ങൾ രണ്ടുപേരും ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിങ്ങളെങ്ങനെ വെറുതെ ഇരിക്കാൻ സമ്മതിക്കില്ല ഈ ഒരു റിലേഷൻഷിപ്പ്. പല കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ്. അതാണ് എക്സാക്ട്ലി അതാണ് വേണ്ടത് ഈ ഒരു റിലേഷൻഷിപ്പിൽ. ഞാൻ ഇങ്ങനെ ആവാൻ പാടില്ല എന്നുള്ളൊരു തോന്നൽ. ഓൾറൈറ്റ്, സോ നിങ്ങൾ അങ്ങനെ ഗ്രോ ചെയ്ത് വരുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ഈവൻ നിങ്ങളുടെ സോൾ കോൺട്രാക്ട് നിന്ന് നിങ്ങൾക്ക് പുറത്തേക്ക് വരാൻ സാധിക്കും. പിന്നീട് നിങ്ങൾ ഈ ഒരു വ്യക്തിയെ കാണുന്ന സമയത്ത് അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും കണക്ട് ചെയ്യാം. ഈ ഒരു ടൈമിൽ നിങ്ങൾ സൗഹൃദം ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. ഈ ഒരു ടൈമിൽ അത് സാധിക്കില്ല. ഓക്കെ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഫിക്സ് ചെയ്യുന്ന കാര്യത്തിലേക്ക് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യരുത്, നിങ്ങൾക്കത് സാധിക്കില്ല. ഓക്കെ, സ്പെഷ്യലി ഈ ഒരു ടൈമിൽ നിങ്ങൾ കേൾക്കേണ്ട ഒരു മെസ്സേജ് അതാണ്. ഗ്യാദർ ചെയ്യാൻ നോക്കരുത്, റീകണക്ട് ചെയ്യാൻ നോക്കരുത്. ഓൾറൈറ്റ്, അത് നാച്ചുറലി സംഭവിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ ഈ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വ്യക്തിനോടുള്ള ഒരു അഡിക്ഷൻ, ഈ ഒരു റിലേഷൻഷിപ്പിനോടുള്ള അഡിക്ഷൻ, തോട്ട്സ്, ഓവർ തിങ്കിങ്, ഇതൊക്കെ നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യുന്ന കാര്യമാണ്. ഇതൊന്നും അല്ല ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങളുടെ സോൾ കോൺട്രാക്റ്റോ അങ്ങനെയല്ല. നിങ്ങളുടെ സോൾ കോൺട്രാക്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് തരാം, നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഈഗോ തരാം, നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു കമ്പാരിസൺ തരാം, നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഫയർ തരാം. എന്തിനാ? നിങ്ങളുടെ ഒരു കഴിവിനെ കൂടുതൽ തിരിച്ചറിയാൻ വേണ്ടി, നിങ്ങളുടെ ഉള്ളിലെ പല കാര്യങ്ങളും കണക്ട് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പുഷ് ചെയ്യാൻ വേണ്ടി. ഒരു കഴിവോ ഇല്ലാത്ത ഒരാളെ കഴിവുണ്ടാക്കുന്ന ഒരു റിലേഷൻഷിപ്പാണിത്. വളരെ മടിയനായിട്ട് ജീവിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു റിലേഷൻഷിപ്പാണിത്. നിങ്ങൾ അങ്ങനെ കാണേണ്ട ഒരു റിലേഷൻഷിപ്പാണ്. അതാരും ആയിക്കോട്ടെ, ഈ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ എന്തൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങളെ ഇൻഡിപെൻഡന്റ് ആയിട്ടൊരു, അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പാണിത്. അങ്ങനെയാണ് നിങ്ങൾ ഇത് കാണേണ്ടത്. ഗ്രൂപ്പ് നമ്പർ 2 റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 3 നൗ. ഹേയ്, ഗ്രൂപ്പ് നമ്പർ 3, എന്തിനാണ് ഈ വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടിയത്? എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഇന്റൻഷൻ? ഈ ഒരു വ്യക്തിയെ പറ്റി, ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? ഓക്കെ, സോ ഗ്രൂപ്പ് നമ്പർ 3 റീഡിങ്ങിലേക്ക് പോകുന്നതിന് മുൻപ്, നിങ്ങളുടെ ലൈഫിലെ ഒരു അസറ്റാണ് ഈ ഒരു റിലേഷൻഷിപ്പ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലൊരു പ്ലഷറാണ്, ഓർ നിങ്ങളുടെ ലൈഫിൽ ഒരു വാല്യുബിൾ ആയിട്ട് ചില കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്, ഓർ നിങ്ങൾക്ക് ഒരു വാല്യുബിൾ ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഓക്കെ, എസ്പെഷ്യലി നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടായിരിക്കാം. ഓക്കെ, സോ പ്രോബബ്ലി ഇത് നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ ആയിരിക്കാം, ഓർ മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ലൈഫ് പാർട്ട്ണർ ആയിട്ടോ, ഓർ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഒരുമിച്ച് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ അത് നിങ്ങളുടെ കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ളതായിരിക്കാം, നിങ്ങളുടെ കരിയർ, ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യമായിരിക്കാം, ഓർ നിങ്ങളുടെ ഫാമിലിയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ഒരുമിച്ച്
എന്തെങ്കിലും കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കാം. അതായത് ഹസ്ബൻഡ് വൈഫ് പോലെ ഓർ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളൊരു പാർട്ട്ണർഷിപ്പ് എന്നുള്ള രീതിയിൽ നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, ഇപ്പം അല്ലെങ്കിൽ മുന്നോട്ട് വരുന്ന സമയത്ത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എടുക്കാൻ പോസിബിലിറ്റി ഉള്ള ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആണ്. എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ്? ഗ്രൂപ്പ് നമ്പർ 3. When you pass from this world, you take nothing with you but your soul and the memories you have shared with those you love. എക്സാക്ട്ലി. ഈ ഒരു സമയത്ത് നമ്മൾ ചില കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് അതിന്റെ ഒരു തെറ്റും ശരിയും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അവിടെ നിന്ന് നല്ല എക്സ്പീരിയൻസ് തരുന്നുണ്ടെങ്കിൽ നന്നായിട്ട് എടുക്കുക. അവിടെ നിന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ പഠിച്ചിട്ട് മുന്നോട്ട് പോവാം. ഓക്കെ, സോ നിങ്ങൾ അങ്ങനെ എടുക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ്. ഓക്കെ, അങ്ങനെ ഹെൽത്തി ആയിട്ട് എടുക്കുന്ന ഒരു റിലേഷൻഷിപ്പാണിത്. ആൻഡ് നിങ്ങൾക്ക് തന്നെ അറിയാം, അല്ലെ, നിങ്ങളുടെ ഒരു നല്ലൊരു ഫ്രണ്ടാണ് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ്, നല്ലൊരു ബോണ്ട് നിങ്ങൾക്കിടയിൽ ഉണ്ട്. ആൻഡ് അത് നിങ്ങൾ നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക, ഇതുവരെ കണക്ട് ചെയ്യാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ വളരെ ഹെൽത്തി ആയിട്ട് എടുക്കേണ്ട ഒരു റിലേഷൻഷിപ്പാണിത്. നിങ്ങൾക്ക് പരസ്പരം, നിങ്ങൾ ഒരുമിച്ച് വരുന്ന സമയത്ത് നിങ്ങൾക്ക് പരസ്പരം പല കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യാൻ കഴിവുള്ള ആളുകളാണ്. പരസ്പരം ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്ന രണ്ടാളുകളാണ്. ഓക്കെ, എസ്പെഷ്യലി നിങ്ങൾ ഒരുമിച്ച് വരുന്ന സമയത്ത് നിങ്ങൾക്ക് പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ രണ്ടാളും ഇൻഡിവിജ്വൽ ആയിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ആളുകളായിരിക്കും, പക്ഷെ രണ്ടാളും ഒരുമിച്ച് വരുന്ന സമയത്ത് ഇറ്റ്സ് മോർ സ്ട്രോങ്ങർ. ഓൾറൈറ്റ്, സോ ലെറ്റ്സ് സീ എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി നിങ്ങൾ അറിയേണ്ടത്. എന്തിനാണ് ഈ ഒരു വ്യക്തിയെ നിങ്ങൾ മീറ്റ് ചെയ്തത് നിങ്ങളുടെ ലൈഫിൽ? ഗ്രൂപ്പ് നമ്പർ 3. മേ ബി ഇത് നിങ്ങളുടെ ഒരു മാരേജ് പാർട്ട്ണർ ആയിരിക്കാം, അല്ലെ മാരിറ്റൽ പാർട്ട്ണർ, റൈറ്റ്? ഹസ്ബൻഡ് വൈഫ് സിറ്റുവേഷൻ. റൊമാൻസിനേക്കാൾ കൂടുതൽ കണക്ട് ചെയ്യുന്നത് പല കാര്യങ്ങളും ഇങ്ങനെ പ്രാക്ടിക്കലി ആയിരിക്കാം നിങ്ങൾ കണക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ മെറ്റീരിയലൈസ്ഡ് ആയിട്ടായിരിക്കാം നിങ്ങൾ പല കാര്യങ്ങളും കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ ഒരാളുടെ ഒരു ആബ്സെൻസിലാണ് മറ്റൊരാൾക്ക് മനസ്സിലാവുന്നത് ഒരാൾ എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത്. ഓക്കെ, സോ അങ്ങനെയൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു റിലേഷൻഷിപ്പാണിത്. സോ കൂടെ നിൽക്കുന്ന സമയത്ത് ആ ഒരു വാല്യൂ ഉണ്ടായിക്കൊള്ളുന്നില്ല പരസ്പരം. ഓക്കെ, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കും എത്രമാത്രം സ്പെഷ്യൽ ആണ്, എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത്. ഓക്കെ, സോ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ബോണ്ട് നിങ്ങൾക്കിടയിൽ ഉണ്ടാവുന്നുണ്ട്. വളരെ പഴക്കമുള്ളൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങൾക്ക്. ഓക്കെ, ഒന്നുകിൽ നിങ്ങൾ വളരെ ചെറുപ്പത്തിലേ കണ്ടുമുട്ടിയിട്ടുള്ള ആളുകളായിരിക്കാം, ഒരുമിച്ച് പഠിച്ചിട്ടുള്ള ആളുകളായിരിക്കാം, ഓർ നിങ്ങൾക്ക് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ബോണ്ട് തോന്നിയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാം. ഈവൻ ഒരു 6 മാസത്തെ ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ പോലും ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് അസാധ്യമായിട്ടുള്ള ഒരു സോൾ കണക്ഷൻ ഉണ്ടാവുന്നുണ്ടായിരിക്കണം, അല്ലെ? മുന്നേ അറിയാം എന്നുള്ള, അല്ലെങ്കിൽ എനിക്ക് ഇത്രയോ പരിചയമുള്ള ഒരു വ്യക്തിയാണ്, ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണിത്, റൈറ്റ്? ആ ഒരു ഇന്നസെൻസ് ഈ ഒരു റിലേഷൻഷിപ്പിലുണ്ട്, ആ ഒരു ലോയൽറ്റി ഈ ഒരു റിലേഷൻഷിപ്പിലുണ്ട്. മേ ബി ലൈക്ക് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ മീഡിയ വഴി കണക്ട് ചെയ്തിട്ടുള്ള ആളുകളായിരിക്കാം, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം, ഓർ നിങ്ങൾ സെയിം സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള ആളുകളായിരിക്കാം, സെയിം നാട്ടിൽ നിന്നുള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കോമൺ ആയിട്ട് ഷെയർ ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. അതാണ് പ്രോബബ്ലി നിങ്ങളെ കൂടുതൽ അടുപ്പിച്ചിട്ടുണ്ടായിരിക്കാം. വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് നിങ്ങൾ ലൈഫിൽ കണ്ടുമുട്ടിയിട്ടുള്ള ആളുകളായിരിക്കാം. മേ ബി ഇത് നിങ്ങളുടെ സെയിം ജെൻഡർ ആയിരിക്കാം ചില ആളുകൾക്ക്, റൈറ്റ്? സോ അങ്ങനത്തെ ഒരുപാട് പ്രത്യേകതകൾ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. മെയിൻലി ലൈക്ക് ഒരുപാട് ലോയൽ ആണ് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, പരസ്പരം അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് പരസ്പരം ഹീൽ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പരസ്പരം അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പരസ്പരം ഒരാളുടെ ക്വാളിറ്റീസ് അത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക, അവർ കാണിക്കുന്ന. മേ ബി ലൈക്ക് നിങ്ങൾക്ക് വേണ്ട ഒരു രീതിയിൽ അവർക്ക് തരാൻ പറ്റുന്നുണ്ടാവില്ല, പക്ഷെ അവരുടെ ഒരു 100% ആയിരിക്കും നിങ്ങൾക്ക് തരുന്നുണ്ടായിരിക്കുക. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ഓക്കെ, സോ ചില കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഒരാളുടെ കുറവ് മറ്റൊരാൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു റിലേഷൻഷിപ്പാണിത്. ഓക്കെ, ഒരാൾക്ക് ഇല്ലാത്തൊരു കാര്യം മറ്റൊരാളുടെ കഴിവ് വെച്ചിട്ട് അത് കോംപ്രമൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് ഫില്ല് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. യെസ്, സോ നിങ്ങൾക്ക് ഒരുപാട് സോൾ കണക്ഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പാണ്. ഓക്കെ, ഒരുപാട് അട്രാക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അത് ഫിസിക്കലി ഉള്ള ഒരു അട്രാക്ഷൻ മാത്രം എന്നുള്ളതല്ല. സോ നിങ്ങൾ മീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിന് ഒരു അസെറ്റ് ആണിത്. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫിലൊരു എന്താ പറയുക, ഒരു ബൂസ്റ്റ് ആണ് ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇതിലേക്ക് ഓടി വരിക. വളരെ പ്ലസന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. വളരെ ഒരു അട്രാക്ഷൻ മ്യൂച്വലി നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഫിസിക്കലി, മെന്റലി, ഇമോഷണലി, എനർജറ്റിക്കലി നല്ലൊരു അട്രാക്ഷൻ പരസ്പരം ഉണ്ടാവുന്ന ഒരു റിലേഷൻഷിപ്പാണ്. ഓക്കെ, സോ നിങ്ങൾക്കൊരു സോൾ കണക്ഷൻ തോന്നിയിട്ടുള്ള റിലേഷൻഷിപ്പാണ് ഡെഫിനറ്റ്ലി. ഓക്കെ, സോ പ്രോബബ്ലി നിങ്ങളൊരു പാർട്ട്ണർഷിപ്പിലേക്ക് വരുന്ന ആളുകളായിരിക്കാം ഏതെങ്കിലുമൊക്കെ രീതിയിൽ. ഓക്കെ, സോ നിങ്ങൾ അങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുള്ള രണ്ടാളുകളാണ്. എന്തിനാണ് ഈ വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടിയത്? എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഇന്റൻഷൻ?
സോ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കണക്ഷൻ ആയിട്ട് തന്നെ നിങ്ങൾ എടുക്കേണ്ട ഒരു റിലേഷൻഷിപ്പ് ആണ്. ഓക്കെ, സോ ചില ആളുകൾക്ക് നിങ്ങളുടെ ഒരു ട്വിൻ ഫ്ലെയിം റിലേഷൻഷിപ്പ്, സോൾ കണക്ഷൻ, സോൾ ഫാമിലി എന്നുള്ള ആളുകൾ, ഓക്കെ, അല്ലെങ്കിൽ ഒരു ഗ്രേറ്റ് പാർട്ട്ണർഷിപ്പ് നിങ്ങൾക്കിടയിൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഒരുമിച്ച് എന്തോ ഒരു കാര്യം നിങ്ങൾ ലൈഫിൽ ചെയ്യും, അല്ലെങ്കിൽ ഒരേ പൊസിഷനിലേക്ക് വരേണ്ട ആളുകളാണ്. ഒരേ കാര്യത്തിൽ രണ്ടുപേരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതായിട്ടാണ് ഉണ്ടാകുന്നത്. അതൊരു ഫാമിലി ആയിരിക്കാം, നിങ്ങളുടെ ലൈഫിന്റെ ഒരു പേർപ്പസ് ആയിരിക്കാം. ഓക്കെ, ഒരേ പേർപ്പസുള്ള രണ്ടാളുകൾ, ഒരേ പേർപ്പസ് രണ്ടാളുകളും കൂടെ ചെയ്താലേ മുന്നോട്ട് പോവുള്ളൂ. സോ ഒരു ഇടതും വലതുമാണ്. ഒരു പക്ഷിക്ക് ഒരു ചിറക് വെച്ച് മാത്രം പറക്കാൻ സാധിക്കില്ല, അല്ലെ? ഒരു പക്ഷിയുടെ ഒരു 2 ചിറകുകളാണ് നിങ്ങൾ. ഓക്കെ, അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ആളുകളാണ് നിങ്ങളുടെ ലൈഫ് പേർപ്പസ് നിങ്ങൾ കണക്ട് ചെയ്യുന്ന സമയത്തോ നിങ്ങളുടെ ചില ലൈഫ് ഇവന്റ്സിലേക്ക് വരുന്ന സമയത്തും. ഓക്കെ, പല കാര്യങ്ങളും പഠിപ്പിക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ് ഇത്. ഓൾറൈറ്റ്, ഇത് ചില ആളുകൾക്ക് ഇത് നിങ്ങളുടെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കാം. ഓക്കെ, ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഈ ഒരു റിലേഷൻഷിപ്പ്. ഓക്കെ, ഒരു ഫസ്റ്റ് കണക്ഷൻ എന്നൊക്കെ പറയുന്നത് പോലെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബർത്ത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഈവൻ നിങ്ങൾക്ക് പല എക്സ്പീരിയൻസും പാസ്റ്റിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും, അതായത് പാസ്റ്റ് ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും, ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ഒരു ഓപ്പർച്യൂണിറ്റി ആണ്, പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, സോ അവിടെ നിങ്ങൾക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അവിടെ നിങ്ങൾ കൂടുതൽ പരസ്പരം ഇൻസ്പയർ ചെയ്യാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പരസ്പരം സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആണ് നിങ്ങൾക്ക്. മേ ബി നിങ്ങൾ ഒരേ താല്പര്യമുള്ള ആളുകളായിരിക്കാം, ഒരേ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളായിരിക്കാം, ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കാം. ഓക്കെ, സോ ഇമോഷൻസ് ഒക്കെ വളരെ ഹെൽത്തി ആയിട്ടാണ് നിങ്ങൾ കണക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇമോഷൻസിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ ലൈഫിൽ വേറെ കാര്യത്തിലേക്കാണ് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത്. ഓക്കെ, അത് നിങ്ങളുടെ പാഷൻ ആയിരിക്കാം, പേർപ്പസ് ആയിരിക്കാം, നിങ്ങളുടെ ഒരു പാർട്ട്ണർഷിപ്പ് ആയിരിക്കാം, നിങ്ങൾ രണ്ടുപേരും അല്ലെങ്കിൽ നിങ്ങൾ ഇൻഡിവിജ്വൽ ആയിട്ട് പരസ്പരം ഇൻസ്പയർ ചെയ്ത് നിങ്ങൾ ചെല്ലുന്ന ചില അച്ചീവ്മെന്റ്സ് ആയിരിക്കാം നിങ്ങളുടെ ലൈഫിൽ. ഓൾറൈറ്റ്, സോ മേ ബി ലൈക്ക് രണ്ടുപേരും വളരെ സൈക്കിക് ആയിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള ആളുകളോ ആയിരിക്കാം, ഓർ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു കോമൺ ടാലൻസ് ഉണ്ടായിരിക്കണം. ഓക്കെ, സോ അതൊക്കെ ആയിരിക്കും നിങ്ങളെ കൂടുതൽ കണക്ട് ചെയ്യിപ്പിക്കാൻ ഒരു റീസൺ ആയിട്ടുണ്ടായിരിക്കാം. ചില ആളുകൾ നിങ്ങൾ സെയിം ജെൻഡർ ആയിരിക്കാം, ഗ്രൂപ്പ് നമ്പർ 3. സോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ നോക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ചില പ്രത്യേകതകൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി. ഓക്കെ, സോ പല കാര്യങ്ങളും കണ്ടുപിടിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പാണിത്, അല്ലെങ്കിൽ പല കാര്യങ്ങളും റിസർച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ വളരെ ഡീപ്പ് ആയിട്ടുള്ള ചില കാര്യത്തെ പറ്റിയൊക്കെ റിസർച്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന റിലേഷൻഷിപ്പാണിത്. ഓക്കെ, സോ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങള്, നിങ്ങൾ ഷാർപ്പൻ ചെയ്യുന്ന നിങ്ങളുടെ സ്കില്ല്, നോളേജ്. ഓക്കെ, സോ അതൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം. അതൊന്നുകിൽ നിങ്ങൾ ഒരുമിച്ചിട്ടായിരിക്കാൻ ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരാള് മറ്റൊരാളെ ഏതൊക്കെ രീതിയിൽ ഇതുപോലെ കണക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, മേ ബി രണ്ടുപേരും നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ചില സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സ്കില്ലുള്ള ആളുകളായിരിക്കാം. ഓക്കെ, സോ വളരെ നല്ലൊരു സപ്പോർട്ട് ഉള്ള ഒരു റിലേഷൻഷിപ്പാണിത്. പരസ്പരമുള്ളൊരു സപ്പോർട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. മറ്റൊരാളെ ജെന്യൂൻ ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന പല കാര്യങ്ങളും നിങ്ങൾ കണക്ട് ചെയ്യേണ്ടതും അങ്ങനെയാണ്. ഓൾറൈറ്റ്, വൈ ഡിഡ് യു മീറ്റ് ദിസ് പേഴ്സൺ? എന്തിനാണ് ഈ വ്യക്തി നിങ്ങളെ കണ്ടുമുട്ടിയത്? എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഇന്റൻഷൻ? ആൻഡ് അഗൈൻ വളരെ ഗ്രേറ്റ് പേർപ്പസ് ഉള്ള ആളുകളാണ്. ഓൾറൈറ്റ്, ഒരു യാത്രയുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 വ്യക്തികളാണ് നിങ്ങൾ. ഓക്കെ, സോ രണ്ടുപേർക്കും സെയിം ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം, രണ്ടുപേർക്കും ഒരേ കഴിവ് ഉണ്ടായിരിക്കണം, പക്ഷെ രണ്ടുപേർക്കും യൂണിക് ആയിട്ടുള്ള കഴിവും ഉണ്ടായിരിക്കാം. ഓക്കെ, ഒരാൾക്കുള്ള ഒരു കഴിവ് മറ്റൊരാൾക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല ചില പ്ലേസിൽ വരുന്ന സമയത്ത്, പക്ഷെ ആ ഒരു കഴിവ് മറ്റൊരാള് കോംപ്രമൈസ് ചെയ്യുന്നുണ്ട്. ഒരാളുടെ കഴിവ് മറ്റൊരാളെയും കൂടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, മറ്റൊരാൾക്കുള്ള കഴിവ് ഈ ഒരാളെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. കോമൺ ആയിട്ടുള്ള കഴിവും ഉണ്ട്, കോമൺ ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്, കോമൺ ആയിട്ടുള്ള നിങ്ങളുടെ ബ്ലെസ്സിങ്സും ഉണ്ട്, ബട്ട് ഒരാൾക്ക് ഇല്ലാത്തത് മറ്റൊരാൾക്ക് ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. സപ്പോർട്ട് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ അങ്ങനെ ഗ്രോ ചെയ്യുന്ന ആളുകളാണ്. നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ മേജർ പേർപ്പസ് ഉള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ മേജർ പൊസിഷനിലൊക്കെ എത്തുന്ന ആളുകളായിരിക്കാം. ഓക്കെ, അത് നിങ്ങൾ പഠിച്ചു വരുന്ന ഒരു കൈൻഡ് ഓഫ് സിറ്റുവേഷൻ ആയിരിക്കാം, ഓർ നിങ്ങളുടെ സർവീസ് വഴിയായിരിക്കാം, ഓർ നിങ്ങൾ രണ്ടുപേരും ഒരേ ഫീൽഡിലോ അല്ലെങ്കിൽ രണ്ടുപേരും ഒരു പാർട്ട്ണർഷിപ്പ് എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യുന്ന കാര്യമായിരിക്കാം. ചില പ്ലേസിൽ നിങ്ങൾ വളരെ മാതൃകയായിട്ട് നിൽക്കുന്ന ആളുകളാണ്. ഓക്കെ, ഈവൻ നിങ്ങൾ മാരേജ് ലൈഫിലാണെന്നുണ്ടെങ്കിൽ പോലും മാതൃകാ ദമ്പതികളായിട്ട് നിൽക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ പാർട്ട്ണർഷിപ്പ് എടുക്കുന്ന ആളുകളാണ്. ഓക്കെ, അങ്ങനത്തെ പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കിയെടുക്കുന്ന ആളുകളാണ്. അത് മെറ്റീരിയൽ ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിലും ഇമോഷണൽ ആയിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിലും നിങ്ങൾ കണ്ടുപഠിക്കേണ്ടതായിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒരുമിക്കുന്ന സമയത്ത് കണ്ടുപഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. നിങ്ങൾ എഗെയിൻ ലൈക്ക് നിങ്ങൾ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ആളുകൾ എന്നുള്ളതല്ല, നിങ്ങളും
പല സിറ്റുവേഷനിൽ കൂടെ പോയിട്ടാണ് ഇങ്ങനത്തെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ കണക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു മാതൃകാപരമായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്. എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഇന്റൻഷൻ? എന്തിനാണ് ഈ വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടിയത്? ഗ്രൂപ്പ് നമ്പർ 3. Why did you meet this person? Tip number 3. Why did you meet this person? ചില ആളുകൾ ഡീപ്പായിട്ട് ആ ഒരു സമയത്താണ് നിങ്ങളുടെ ഉള്ളിൽ വളരെ ഡീപ്പായിട്ടുള്ള ചില ടാലൻസ് നിങ്ങൾ കണക്ട് ചെയ്യുന്നത്, നിങ്ങളുടെ സോളിനുള്ള ചില ടാലൻസ് കണ്ടെത്തുന്നത്. ഓക്കെ, ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ കൂടുതൽ ഡിസ്കവർ ചെയ്യാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യാം ദാൻ നിങ്ങൾ അനുഭവിക്കേണ്ട ലെസൺസോ കർമ്മ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ല. ഓക്കെ, സോ ഇത് നിങ്ങൾ കൂടുതൽ എക്സ്പാൻഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നതിന് ശേഷം നിങ്ങളുടെ ചില കഴിവുകൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ആ വ്യക്തിക്കാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് കൂടുതൽ അത് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യമായിരിക്കാം, ഓർ ഐഡിയാസ് ആയിരിക്കാം, എഴുതാനുള്ള കഴിവായിരിക്കാം. ഓക്കെ, ഇതിന് നിങ്ങൾ കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എഴുതുന്നതായിരിക്കാം, ഓർ ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കാം, ഓർ നിങ്ങൾ കൂടുതൽ സ്പിരിച്വലി കൂടുതൽ കണക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. അതായത് നിങ്ങൾ എന്ന വ്യക്തിയെ കൂടുതൽ കണക്ട് ചെയ്യാനും വളരെ ഡീപ്പായിട്ട് മനസ്സിലാക്കാനും പല ഇന്റൻസ് ആയിട്ടുള്ള ചില സബ്ജക്റ്റിനെ പറ്റിയിട്ടൊക്കെ പഠിക്കാനും പരസ്പരം പഠിക്കാനും ഇൻഡിവിജ്വൽ ആയിട്ട് പഠിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന, സംസാരിക്കാൻ, മെയിൻ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളൊരു ത്രോട്ട് ചക്ര എക്സ്പാൻഡ് ചെയ്യാൻ, ക്ലെൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് കൂടിയാണ് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത്. സോ ഈ ഒരു റിലേഷൻഷിപ്പിന് ശേഷം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നിങ്ങൾ നന്നായിട്ട് സംസാരിക്കാൻ പഠിച്ചിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ സംസാരം റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സ്കില്ലിലേക്ക് വന്നിട്ടുണ്ടായിരിക്കണം. ലൈക്ക് പാട്ട് പാടുക, മ്യൂസിക് ആയിരിക്കാം, ഒരു പ്രസംഗിക്കുന്നതായിരിക്കാം, ഓൾറൈറ്റ്, ഒരു സ്പീക്കർ ആവുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സൗണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സൗണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതായിരിക്കാം, ഓർ നിങ്ങളുടെ സംസാരത്തിൽ നല്ല രീതിയിലുള്ള ഒരു ചേഞ്ച് വന്നിട്ടുണ്ടായിരിക്കണം. നിങ്ങൾ ഒരുപാട് സംസാരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അത് ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് ചേഞ്ച് ചെയ്യാനും ഈ ഒരു റിലേഷൻഷിപ്പ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കാം. റൈറ്റ്, 2 യൂണിക് ക്വാളിറ്റീസ് ഉള്ള ആളുകളാണ് നിങ്ങൾ. ഓക്കെ, പക്ഷേ നിങ്ങൾക്ക് കോമൺ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കണം. സോ നിങ്ങൾക്ക് പല ഡിഫറൻസും ഉണ്ടായിരിക്കണം. നിങ്ങൾ ഡിഫറെന്റ് കൾച്ചറിൽ നിന്ന് വരുന്ന ആളുകളായിരിക്കാം, ഡിഫറെന്റ് റിലീജിയൻ നിന്ന് വരുന്ന ആളുകളായിരിക്കാം, ഡിഫറെന്റ് കഴിവുള്ള ആളുകളായിരിക്കാം. നിങ്ങളുടെ ഫിസിക്കാലിറ്റിയിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. നിങ്ങൾക്ക് ഏജ് ഡിഫറൻസ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ലൈക്ക് ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഏജ് ഡിഫറൻസ് ആയിരിക്കാം നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. റൈറ്റ്, സോ ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെക്കാളും യങ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം. അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പിലായിരിക്കാം നിങ്ങൾ വരുന്നുണ്ടായിരിക്കുക. ഓക്കെ, സോ ഈ ഒരു പ്രത്യേകത നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നുണ്ട്. പല കംഫർട്ട് സോണിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്ന, പരസ്പരം ഹെൽപ്പ് ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പാണിത്. ഓക്കെ, ഇതിൽ ഒരാള് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിവുള്ള ആളായിരിക്കാം, ഒരാൾ മറ്റൊരാളെ പഠിപ്പിക്കുന്നതായിട്ടാണ്. മനഃപൂർവ്വം ഒക്കെ ഇരുത്തി പഠിപ്പിക്കുകയല്ല. ഓക്കെ, സോ ഇതിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസിലൂടെ നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ പല കാര്യങ്ങളും സെർച്ച് ചെയ്യാൻ, ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ പറ്റിയിട്ട് കൂടുതൽ മനസ്സിലാക്കാൻ ഇൻസ്പയർ ആവുന്നത് ഈ ഒരു റിലേഷൻഷിപ്പാണ്. നിങ്ങളുടെ പല പേടികള് മാറ്റാനും നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരാനും നിങ്ങളെ എക്സ്പാൻഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പ് കൂടിയാണ്. അത് പരസ്പരമായിരിക്കാം. ഒരാൾ മറ്റൊരാളെക്കാളും ബോൾഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ വളരെ മെച്ചോർഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ വളരെ കഴിവുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. സോ നിങ്ങൾ ഡീൽ ചെയ്യുന്നത് ഒരാള് വളരെ സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന, ഓൾറെഡി വളരെ സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി ആയിരിക്കാം. റൈറ്റ്, ആൻഡ് അങ്ങനത്തെ ഒരു വ്യക്തി നിങ്ങൾ ഒരുപാട് ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. മനഃപൂർവ്വമായിരിക്കാം, അല്ലാതെയോ ആയിരിക്കാം. ഓക്കെ, സോ ഈ ഒരു വ്യക്തി അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ ഒരുപാട് എക്സ്പാൻഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു റിലേഷൻഷിപ്പാണിത്. നിങ്ങൾക്ക് നല്ലതാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത്. എസ്പെഷ്യലി ചില ആളുകൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഓൾറെഡി വേറെ പ്ലേസിൽ നിൽക്കുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വേറെ നിങ്ങൾക്ക് സിറ്റുവേഷനിൽ കൂടെ പോയിട്ടുള്ള ആളുകളായിരിക്കാം, അല്ലെ, വേറൊരു പാർട്ട്ണറുടെ കൂടെ നിങ്ങൾ പോയിട്ടുള്ള വ്യക്തിയായിരിക്കാം. പക്ഷെ പ്രോബബ്ലി ചില ആളുകളുടെ കൂടെ നിൽക്കുന്ന സമയത്ത് നമ്മളുടെ കഴിവുകൾ നമ്മൾ മനസ്സിലാക്കാണ്ട് പോകും, അല്ലെ, നമ്മൾ എന്താന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാതെ പോകും. പക്ഷെ ഈ ഒരു വ്യക്തി നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് നിങ്ങളെ എന്താണെന്ന് കൂടുതൽ കണ്ടെത്താൻ, നിങ്ങളെ ആ വ്യക്തിയോടൊപ്പം ഉയരാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ ഉയരാൻ ഏതൊക്കെയോ രീതിയിൽ, ഇപ്പൊ ആ വ്യക്തി വളരെ നോർമൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരാനും നിങ്ങളുടെ കഴിവുകൾ ഒരുപാട് എക്സ്പാൻഡ് ചെയ്യാനും എക്സ്പ്ലോർ ചെയ്യാനും ഒരുപാട് ഇൻസ്പയർ ചെയ്യുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. സോ ഒരു ടൈമിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ റൈറ്റ് ആയിട്ട് അല്ലാത്ത ആളുകളുടെ കൂടെ സിറ്റുവേഷനൊക്കെ പുറത്തേക്ക് കൊണ്ടുവരാൻ കൂടെ
ആണ് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. എന്നിട്ട് ഒരുമിച്ച് ഒരേ രീതിയിൽ വളർത്തിക്കൊണ്ടുവരാണ്, ഒരേ രീതിയിൽ ഗ്രോ ചെയ്യാണ്. ഇത് നിങ്ങൾക്ക് വളരെ ഹെൽത്തി ആയിട്ട് നിങ്ങൾ എടുക്കേണ്ട റിലേഷൻഷിപ്പാണ്. സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ്. നിങ്ങളുടെ പല ആങ്സൈറ്റി, ഫിയറിന് പുറത്തേക്ക് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്ന റിലേഷൻഷിപ്പാണ്. സോ ചില ആളുകൾക്ക് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഫിയർ, ആങ്സൈറ്റി ഒക്കെ ഉള്ള ആളുകളാണ്. അത് നിങ്ങൾ ഒരുപാട് ഇങ്ങനെ ഒതുക്കി വെച്ചിട്ടുള്ള സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ പോയിട്ടുള്ളതെങ്കിൽ ഈ റിലേഷൻഷിപ്പ് നിങ്ങളെ നല്ല രീതിയിൽ ട്രിഗർ ചെയ്യും, നിങ്ങളുടെ ചില പേടി, ആങ്സൈറ്റി അതൊന്നൊക്കെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി. ഓക്കെ, സോ ഇത് നിങ്ങളുടെ നല്ലൊരു വെൽവിഷർ ആണ്, നല്ലൊരു നിങ്ങൾ അങ്ങനെ എടുക്കേണ്ട റിലേഷൻഷിപ്പാണ്. അത് നിങ്ങൾക്ക് തിരിച്ചു ആയിരിക്കാം. ഓക്കെ, സോ ഒരാൾ പഠിക്കുന്നുണ്ട് മറ്റൊരാളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഓരോ സിറ്റുവേഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് പരസ്പരം അങ്ങനെ പഠിപ്പിക്കാനും പഠിപ്പിച്ചു കൊടുക്കാനും സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ അങ്ങനെ കാണേണ്ട ഒരു റിലേഷൻഷിപ്പാണ്. സോ റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് ഗ്രൂപ്പ് നമ്പർ 3. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന ഫ്രണ്ട്സ്. ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.